إذا جاء إلى كل السماء تصففا رسل وأملاك وراء المصطفى فيهم إماما قدموا مشرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما. ബഹുമാനികളെ, പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച 9ാമത്തെ പകലിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ ജുമഅ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളും സ്വാഇമീങ്ങളുമാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഖബൂൽ ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല അവൻ്റെ റഹ്മത്ത് ചൊരിച്ചു തരട്ടെ. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കൂ. ഇന്ന് ഖുത്ബയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആദ്യമായി നിങ്ങളോട് സംവദിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയത്തിന് ശേഷം തംലിൽ ലയാലി ബിലന്തിലാർ വതുത്രകുൽ മലാലിമു ബിലന്തിസാർ വതഖഉൽ വഖാഇഉ ബിലഇതിബാർ. ഈ 3 ചെറിയ വാചകങ്ങൾ അതിൽ നമ്മളൊന്ന് നന്നായി ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങൾക്കും നമ്മൾ തയ്യാറാകും. തംലിൽ ലയാലി ബിലന്തിലാർ. കാലങ്ങളിങ്ങനെ ആരെയും കാത്തു നിൽക്കാതെ വെയിറ്റ് ചെയ്യാതെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ലയാലി എന്ന് പറഞ്ഞാൽ പകലും രാത്രിയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അവിടെ ഉദ്ദേശം. സമയം ഇങ്ങനെ പോവുകയാണ്, ആരെയും സമയം കാത്തു നിൽക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള വർഷങ്ങൾ, മാസങ്ങൾ, ആഴ്ചകൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, നിമിഷങ്ങൾ, അതാണ് ഓരോ മൈക്രോ സെക്കൻഡിലും കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വേഗം ചെയ്തു തീർക്കുക എന്നതാണ് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ്റെ കർത്തവ്യം. വേഗം ചെയ്യേണ്ടത് വേഗം ചെയ്തു തീർക്കണം. ഇന്ന് പൊതുവെ സാവകാശം കാണിക്കേണ്ട സംഗതികൾക്കെല്ലാം വേഗത കാണിക്കുകയും വേഗത കാണിക്കേണ്ട കാര്യങ്ങൾക്ക് മാന്യവും അലസതയും കാണിക്കുക എന്നതാണ് കണ്ടുവരുന്ന ഒരു പതിവ്. ഉദാഹരണത്തിന്, വേഗം ചെയ്യേണ്ട സംഗതികൾ പലതുമുണ്ട്, പക്ഷെ അതിന് വലിയ സാവകാശ. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയെ, സലാസത്തുൻ ലാ തുഅഖിർഹ, 3 കാര്യങ്ങൾ നീ പിന്തിക്കരുത്, അത് വേഗം ചെയ്യണം, അതിൻ്റെ സമയമായിക്കഴിഞ്ഞാൽ വേഗം ചെയ്യണം. ഒന്ന്, അസ്വലാത്തു ഇദാ ആനത്ത് ഔ ഹാനത്ത്, നിസ്കാരം, ഫർള് നിസ്കാരം അതിൻ്റെ സമയം ആയിക്കഴിഞ്ഞാൽ വേഗം നിസ്കരിക്കണം. അവ്വൽ വഖ്തിൽ നിസ്കരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. റമദാനിലെന്ന് മാത്രമല്ല, എല്ലാ കാലത്തും നിസ്കാരം സമയമായി കഴിഞ്ഞാൽ അവ്വൽ വഖ്തിൽ നിസ്കരിക്കുക. അതൊരു പക്ഷേ ചെറിയ ജമാഅത്താണെങ്കിൽ പോലും അവ്വൽ വഖ്തിൽ നടക്കുന്ന, ആദ്യ സമയത്ത് നടക്കുന്ന നിസ്കാരമാണ് അഫ്ളൽ. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ സമയമായാൽ നീ പിന്തിക്കരുത്.
അതുപോലെ വൽ ജനാസത്തു ഇദാ ഹദറത്, ജനാസ മയ്യിത്ത് അത് ഹാജരായി കഴിഞ്ഞാൽ വേഗം ആ മയ്യിത്തിനെ മറവ് ചെയ്യുന്ന പ്രക്രിയകളിലേക്ക് കടക്കണം. അനാവശ്യമായി അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ മയ്യിത്ത് ഒരിക്കലും തന്നെ പിടിച്ചു വെക്കാൻ പാടില്ല. വേഗം ജനാസ കൊണ്ടുപോവുകയും വേഗം നിസ്കരിക്കുകയും വേഗം മറവ് ചെയ്യുകയും വേണം. ആവശ്യമില്ലാത്ത പല സംഗതികൾക്കും വ്യഗ്രത കാണിക്കുകയും നാട്ടിൽ നടന്നു വരുന്ന യാതൊരു നിലക്കും ശറഇൽ ഒരു ശ്രേഷ്ഠതയുമില്ലെന്ന് മാത്രമല്ല, ശറഇൽ വിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ട വിഷയങ്ങൾ അതിന് വലിയ ഉത്സാഹവും പ്രോത്സാഹനവും കാണുന്ന ഒരു കാലമാണിത്. ഒരു മയ്യിത്ത് ഒരു പക്ഷേ അത് ആക്സിഡൻ്റായി അപകടത്തിൽപ്പെട്ട മരിച്ച മയ്യിത്തായിരിക്കും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. എങ്ങനെയൊക്കെയോ ആ മയ്യിത്ത് കുളിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ആളുകൾക്ക് കാണിക്കാൻ ഒരിക്കലും പറ്റാത്ത മയ്യിത്താണ്. ഇനി കാണാൻ പറ്റുന്ന മയ്യിത്താണ്, വികൃതമൊന്നുമല്ല, ഒരു പ്രശ്നവുമില്ല, നല്ല മയ്യിത്താണ്. എന്നാൽ പോലും മയ്യിത്ത് ഇങ്ങനെ ആളുകൾക്ക് കാണിക്കുക, പ്രദർശനത്തിന് വേണ്ടി വെക്കുക എന്നത് അത് ഇസ്ലാമിൽ ഇല്ല. അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് പലരും നാട്ടിൽ നടക്കുന്ന നടപ്പിനോട് ഒത്ത് ആ ഒഴുക്കിൽ ഒത്ത് നീന്തുകയാണ്. എല്ലാവരും കാണുവാൻ പോകുന്നുണ്ട്, അന്നേരം ഞാനും പോവാൻ ഞാൻ എങ്ങനെയാ, ഓനിക്കെന്തോ ഉണ്ടോ ഒളി ആ മരിച്ച മയ്യിത്തിനോട് ഒരു ഇന്നാങ്ക ഒരു വെറുപ്പ് എന്നെല്ലാം വിചാരിച്ചിട്ട് പോയിട്ട് കാണുന്ന ആളുകൾ വരെ ഉണ്ട്. എല്ലാവരും പോയി കാണുകയല്ല. ഇപ്പൊ ഞാൻ പോയിട്ട് കണ്ടിട്ടില്ല എന്നാ വിചാരിക്കുക മനുഷ്യന്മാർ. മരിച്ച പരയിലെത്തി കഴിഞ്ഞാല് വേഗം അകത്ത് കാര്യത്തിൽ മയ്യിത്ത് കണ്ടോളണം. കണ്ടില്ലെങ്കിൽ അവകാശികൾക്കും എന്താണ്, എന്താ ഓർ മയ്യിത്ത് കാണാൻ കയറാഞ്ഞ്, വിവരമുള്ളതുകൊണ്ടാണ് കയറാഞ്ഞ്. ചില ആളുകൾ തലേ ദിവസം വന്നിട്ട് ആ രോഗിനെ കണ്ട് ഒക്കെ പോയതായിരിക്കും. അയാളങ്ങ് പോയിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് രോഗി മരിച്ചു. എന്നാൽ മയ്യിത്ത് വന്നിട്ട് എന്ത് ചെയ്യണോ, ഒന്ന് കണ്ടേ പറ്റൂ. അങ്ങനെ മയ്യിത്ത് കാണലോ കാണിക്കലോ അങ്ങനെ ഒരു പ്രത്യേകമായ സുന്നത്തില്ല. കാണുന്ന ആൾക്കോ കാണപ്പെടുന്ന മയ്യിത്തിനോ ആ വകയില് യാതൊരു പ്രതിഫലവുമില്ല. മറിച്ച് അങ്ങനെ കാണാൻ വേണ്ടി വെക്കുന്നത് ഒരു നിലക്ക് മയ്യിത്തിനെ ഒരു തരംതാഴ്ത്തലായി പോകാൻ സാധ്യതയുണ്ട്. അത് ജനാസ വേഗം കൊണ്ടുപോകണം, വേഗം മറവ് ചെയ്യണം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനക്ക് വിരുദ്ധമായും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മളിങ്ങനെ കുറേ വഅദ് കേൾക്കുമ്പോൾ സുലഭമാണ് വഅദുകൾ. എത്രയേ വഅദുകളാ ഓരോരുത്തർ ഇഷ്ടപ്പെട്ടത്. എത്ര സമയമാണ് വേണ്ടത്, സമയം ചുരുക്കിയിട്ടും ദീർഘിച്ചിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതും സ്പീഡാക്കിയിട്ടും സ്പീഡാക്കാണ്ടും അങ്ങനെ എല്ലാം കേൾക്കാൻ പറ്റുന്ന കാലമാണ്. പക്ഷെ എല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. യാത്ര ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു മടുപ്പ് വരുമ്പോൾ ആ കേസറ്റ് എടുത്തിട്ട് അല്ലെ ആ വയതൊന്ന് വെച്ചേന്ന് പറയൂ, ഒന്നും ഇങ്ങ് ഉൾക്കൊള്ളുന്നില്ല. ഇതെത്ര കാലം പറഞ്ഞാലും പിന്നെയും മയ്യിത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അത് കാണിക്കണം കാണിക്കണം കാണിക്കണം, എപ്പാ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കും. അതുകൊണ്ട് അതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നാട്ടു നടപ്പനുസരിച്ച് കൊണ്ട് അതിൻ്റെ പിന്നാലെ പോകരുത്. നമ്മൾ അതിൻ്റെ കാര്യവും യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പം ജനാസ പരമാവധി വേഗം മറവ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ആരാഗ്രഹിക്കുന്നത്, മയ്യിത്ത് ആഗ്രഹിക്കുന്നത്. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ എന്നെ വേഗം കൊണ്ടുപോയി വെക്കി, നിങ്ങൾ ഈ ദുനിയാവെന്ന് ഉരുട്ടല്ലേക്ക് ഖദ്ദിമൂനി എന്നെ വേഗം കൊണ്ടുപോകൂ. കാരണം ഖബർ ഒരു മണ്ണറയല്ല. ആ യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഈമാനും സൽക്കർമ്മവുമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മണ്ണറയല്ല ഖബർ, അത് മണിയറയാണ്. അവിടെ സൽക്കാരങ്ങളാണ്, അവിടെ സ്വീകരണങ്ങളാണ്. അതുകൊണ്ട് കാത്തു നിൽക്കാണ് ആ മയ്യിത്ത്.
ആ മയ്യത്ത് ചെല്ലാൻ വേണ്ടി റഹ്മത്തിന്റെ മലക്കുകൾ കാക്കുകയാണ്. അപ്പോൾ ഒരിക്കലും മയ്യത്തിന് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് വേഗം മറവ് ചെയ്യുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസ് പറഞ്ഞപ്പോൾ പറയാം, വൽ അയ്യിമു ഇദാ വജത്ത ലഹാ കുഫ്അൻ. അലിയെ അതുപോലെ വേഗം ചെയ്യേണ്ട മറ്റൊരു സംഗതിയാണ് വൽ അയ്യിമു ഇദാ വജത്ത ലഹാ കുഫ്അൻ. അവിവാഹിതയായ പെണ്ണ്, ആ പെണ്ണിന് കുഫുഅത്ത ഒരു ഭർത്താവിനെ ലഭിച്ചു കഴിഞ്ഞാൽ, അതേ സൽസ്വഭാവിയായ മതചിട്ടയുള്ള ഒരു ചെറുപ്പക്കാരൻ അവളെ കെട്ടന്വേഷിച്ചാൽ വേഗം വിവാഹം ചെയ്തു കൊടുക്കണം. ഒട്ടും പിന്തിക്കരുത്. ലാ തുഅഖിർഹാ. 3 കാര്യങ്ങൾ നീ പിന്തിക്കരുത് അലിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്യണം. കടത്തിന്റെ അവധി എത്തിയാൽ അത് വീട്ടാനുള്ള വകുപ്പുണ്ടെങ്കിൽ വേഗം വീട്ടിക്കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കടം വാങ്ങിയിട്ടുണ്ട്. ഒരു പ്രായം കുറഞ്ഞ ഒട്ടകത്തെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങിയപ്പോൾ അത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിനേക്കാൾ പ്രായമുള്ള ഒട്ടകത്തിൻ്റെ പ്രായത്തിൻ്റെ വിഷയത്തിൽ പരിഗണനാർഹവും സ്തുത്യർഹവുമായ പ്രായമുള്ള ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഖിയാറക്കും അഹ്സനുക്കും ഖളാഅ. നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവർ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കുമ്പോൾ നല്ല നിലയിൽ തിരിച്ചു കൊടുക്കുന്ന ആളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വിഫ്റ്റിന് പകരം ഇന്നോവ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ മനസ്സിലാക്കി വെച്ചാൽ മതി. സ്വിഫ്റ്റ് കാറിന് പകരം എന്ത് ചെയ്തു? ഇന്നോവ കൊടുത്തു, അല്ലെ എർട്ടിഗ കൊടുത്തു. അതാണ് ഈ പറഞ്ഞത്, ഹദീസിൽ പറഞ്ഞ ആ ഒട്ടകത്തിൻ്റെ പ്രായത്തിൻ്റെ. കടം വാങ്ങുമ്പോഴുള്ള വിനയവും വിധേയത്വവും അപ്പോഴുള്ള അവൻ്റെ ആ ഒരു താഴ്മയൊന്നും കടത്തിൻ്റെ അവധി എത്തിയിട്ട് കടം കിട്ടാനുള്ള ആൾ ചോദിക്കുമ്പോൾ ഉണ്ടാവുകയില്ല. അത് നല്ല ഏർപ്പാടല്ല. കഴിവുള്ളതോടുകൂടെ തരാം തരാം എന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നത് മതലുൽ ഗനിയ്യി ദുൽമുൻ. ഉള്ളവന്റെ സ്വീപ്പാക്കൽ അത് അക്രമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് കടത്തിന്റെ അവധി എത്തിയാൽ വേഗം വീട്ടുകയാണ് വേണ്ടത്. എന്നാൽ പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യാതിരിക്കേണ്ട ചില സംഗതികളുണ്ട്. അതിനാണെങ്കിലോ സുബ്ഹാനല്ലാഹ് എന്ത് എടുത്തു ചാട്ടാണെന്ന. അതിൽ ഒരു കാര്യം പറയാം. ഇമാമ് ഫാത്തിഹ ഓതിയിട്ട് വലദ്ദാലീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആമീൻ പറയേ, എന്തൊരു തിരക്കാണ് മൗമിയങ്ങൾ. ഇത് എത്ര പറഞ്ഞിട്ടുണ്ടോ അതില്ല, ശരിയാകുന്നില്ല. ഫാത്തിഹ ഓതിയ ഇമാമല്ലേ, മൂപ്പരെന്തെങ്കിലും ആക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൂടെ? ഈ മൗമിയങ്ങൾ എന്തിനെ തിരക്കാക്കുന്നു? വലദ്ദാലീൻ അതുവരെ ഓതിയ ഇമാമിനെ മറികടന്നിട്ട് ചാടി വീണ്ട് ആമീൻ അങ്ങനെ ചെല്ലരുത്. പിന്നെങ്ങനെയാ? ഇതാ അമ്മനൽ ഇമാമു ഫഅമ്മിനു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇങ്ങനെ കടക്കുന്നില്ല, പ്രാവർത്തികമാക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. എന്ത് വലദ്ദാലിനെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന ഒറ്റ ആമീനാണ്. ഇമാമ് ആമീൻ തുടങ്ങുമ്പോൾ അതിനോടൊപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആമീൻ ചൊല്ലുക. അങ്ങനെ അല്ലാതെ ആകുമ്പോൾ എത്ര നഷ്ടമാണ് നമുക്ക് വരുന്നതെന്നറിയോ? ഫഇന്നൽ മലായികത യുഅമ്മിനൂൻ, മലക്കുകൾ ആമീൻ ചൊല്ലും. അത് ഇമാമിൻ്റെ ആമീനോട് ഒത്തുകൊണ്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഫമൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലക്കുകളുടെ ആമീനോട് ആരുടെയെങ്കിലും ആമീൻ ഒത്തുവന്നാൽ അവൻ്റെ കഴിഞ്ഞു പോയ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു പോകും.
അപ്പോൾ ചെറിയൊരു സംഗതിയല്ലല്ലോ, അതിൻ്റെ പേരിൽ കൊടുക്കുന്ന ഓഫർ ചെറുതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു എല്ലാവരോടും, മഅ്മൂമായി നിസ്കരിക്കുമ്പോൾ ഇമാം ഫാത്തിഹ ഓതി വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ ഒരല്പം ഒന്ന് ചെറിയ ഒരു സമയം നിങ്ങൾ കാത്തു നിൽക്കണം. വലദ്ദാലീൻ എന്നിട്ട് ആമീൻ എന്ന് ചൊല്ലുന്നു. റബ്ബിഗ്ഫിർലി എന്ന് പറഞ്ഞുകൊണ്ട് ആമീൻ ചൊല്ലൽ സുന്നത്തുണ്ടെന്ന് പല കിതാബുകളിലും പറയുന്നുണ്ട്. അപ്പം ഇമാം ആമീൻ എന്ന് ചൊല്ലുമ്പോൾ അതിനോട് ചേർന്നുകൊണ്ടങ്ങ് ചൊല്ലുക. അതൊരു അച്ചടക്കവുമാണ്, അത് വലിയൊരു ബറക്കത്തുമാണ്. അതിൻ്റെ പേരിൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു പോവുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, ഞാൻ ആ ഭാഗത്തേക്ക് നീട്ടുന്നില്ല. സാവകാശം കാണിക്കേണ്ട പല സംഗതികളിലും എന്തൊരെടുത്തുചാട്ടമാണ് മനുഷ്യന്മാരുടേത്. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ, വർത്തമാനകാലത്തുള്ള ഏതെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ ഒരു വ്യക്തിയുടെ ഒരു പ്രസ്താവന വന്നു, ആ പ്രസ്താവന നേരിട്ട് നമ്മൾ കേട്ടിട്ടില്ല, അത് പറഞ്ഞ സാഹചര്യം നമ്മൾ അറിയില്ല. അതാരായാലും ശരി, ഒരു മന്ത്രിയായാലും ശരി, MLA ആയാലും ശരി, പണ്ഡിതനായാലും ശരി, സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തി, ആ വ്യക്തി വ്യക്തിയുടെ പേരിൽ ഒരു പ്രസ്താവന വന്നു. ആ പ്രസ്താവന അങ്ങ് കേൾക്കുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ പ്രസ്താവന ആയിരിക്കൂല, വളച്ചൊടിച്ചതാകാം. കാലം അങ്ങനെയാണ്. ഇവിടെ ആർക്കും എന്തും വളച്ചൊടിക്കാൻ കഴിയും. സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയൂ എന്നൊരിക്കൽ പറയപ്പെട്ടിരുന്നു. അത് ശരിയല്ലേ? എത്ര ആണുങ്ങളുണ്ടായിട്ടും കാര്യമില്ലല്ലോ. ഒരു കുട്ടിക്ക് ജനനം നൽകാൻ അവന് ഗർഭപാത്രമില്ല, അവനൊരിക്കലും പ്രഗ്നൻ്റ് ആവുകയില്ല, അവനിലൂടെ ഒരു കുട്ടി പുറത്ത് വരൂല, ഒരു കുട്ടിക്ക് മുല കൊടുക്കാനും എനിക്ക് കഴിയൂല, അത് പെണ്ണിനെ കഴിയൂ. അതുകൊണ്ട് സമൂഹത്തിലെ ജനമധ്യേ വളരെ പ്രാധാന്യമർഹിക്കുന്നവരാണ് പെണ്ണ് എന്നാണ് പ്രസ്താവനയുടെ ചുരുക്കം. വളച്ചൊടിച്ചിട്ട് പെണ്ണ് പ്രസവിക്കാനേ പറ്റൂ എന്ന് പറഞ്ഞു ചിലർ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ അല്ലേ? എത്ര പെട്ടെന്നാണ് വേഗം കഴിയും വളച്ചൊടിക്കാൻ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈമാനുള്ള മോമിനീങ്ങളാണ്, പ്രത്യേകിച്ച് നോമ്പുകാരാണ്. എന്തിൻ്റെയെങ്കിലും പിന്നാലെ പോയി സംസാരിക്കാൻ പാടില്ല. ഒരു വിഷയത്തിൻ്റെ നിജസ്ഥിതി അറിയുന്നത് വരെ ഒരല്പം കാത്തു നിൽക്കുക. എന്നാൽ തന്നെ നമ്മൾ സംസാരിക്കേണ്ടയില്ല. കാരണം നമ്മൾ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ പേരിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയോ ഒരു വിഷയം റെഡിയാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തിരക്കേടില്ല. നമ്മളെ കുറേ സമയം വെറുതെ പോയി എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. പല കാര്യത്തിലും നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ നോക്കിയാൽ ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് വിഷയം കേട്ടാലും ഒരല്പം ഒന്ന് അവകാശമാണ്. എന്താണതെന്ന് അതിനെ സംബന്ധിച്ച് ഒന്ന് നിജസ്ഥിതി അറിയണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇവിടെ പലരും ആക്രമിക്കപ്പെടുന്നു, അവർക്കൊന്നും നീതി ലഭിക്കാതെ പോകുന്നു. ഈ ദുനിയാവിൽ എത്രയോ നിരപരാധികൾ ജയിലിൽ കഴിയുന്നു. അതേസമയത്ത് കുറ്റവാളികൾ പലപ്പോഴും വിലസുന്നു. ഇതൊക്കെ സ്വാഭാവികമായി ലോകത്ത് നടക്കുന്ന സംഗതികളാണ്. ഒരുപാട് കള്ളക്കേസുകൾ ഇവിടെ കെട്ടിക്കിടക്കുന്നു. അതേ പോക്സോ കേസ് എന്ന പേരിൽ പല കേസുകളും വരുന്നു. അവസാനം നോക്കിയാൽ ഒന്നും അടിസ്ഥാനമില്ലാത്തതാണ്. കേസ് കൊടുത്തവൻ അതും കഴിഞ്ഞ് അവിടെ ഇരുന്നു. കേസ് കൊടുക്കപ്പെട്ട ആക്രമിക്കപ്പെട്ട വ്യക്തി, അവൻ്റെ മാനം നഷ്ടപ്പെട്ടു. അവനെക്കുറിച്ച് സമൂഹത്തിനിടയിൽ ചർച്ചയായി. അവസാനം ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ നേരത്തെ ഉറഞ്ഞു തുള്ളിയ മാധ്യമങ്ങളൊന്നും അവരെയൊന്നും പിന്നെ എവിടെയും കാണൂല. ഇത് ലോകത്ത് നടക്കുന്ന അവസ്ഥയല്ലേ സഹോദരന്മാരെ? എത്ര ആളുകളുടെ സംഖ്യകളാണ് പലരുടെയും കൈക്കലുള്ളത്. കാരണം ഇവിടെ ചോദിക്കാൻ പ്രൂഫില്ല, അഥവാ ചോദിച്ചാൽ തന്നെ അത് കിട്ടാൻ വകുപ്പില്ല. അങ്ങനെ നഷ്ടപ്പെട്ടവന് നഷ്ടം സഹിച്ചു നിൽക്കുന്നു. ചിലരൊക്കെ കോടികൾ ആ വകയിൽ സമ്പാദിക്കുന്നു. ഇങ്ങനെ ലോകത്ത് പലതും നടക്കുന്നുണ്ട്. അക്രമികൾ രക്ഷപ്പെട്ടു പോകുന്നു. അതേ
നിരപരാധികൾ പലപ്പോഴും ശിക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെയെല്ലാം ഈ ലോകത്ത് നടക്കുമ്പോൾ ഒരു ടെൻഷനും വേണ്ടതില്ല. കാരണം ഇവിടം കൊണ്ട് തീരുന്നില്ല, ഇവിടം കൊണ്ട് വിഷയം കഴിയുന്നില്ല. അതാണ് തൊട്ടടുത്ത് പറഞ്ഞു, ഫബിർറഹ്മാനിയതി യഗ്തറുൽ ളാലിമൂൻ. അക്രമികൾ അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന സിഫത്ത് കൊണ്ട് വഞ്ചിക്കപ്പെട്ടു പോവുകയാണ്. അള്ളാഹു തആല റഹ്മാനായതുകൊണ്ട് ഈ ദുനിയാവിൽ അവൻ വെള്ളം കൊടുക്കുന്നു, യഥേഷ്ടം അവൻ്റെ പ്രാണവായു ശ്വസിക്കാൻ കഴിയുന്നു, അവൻ്റെ ഭൂമിയിൽ അധിവസിക്കുന്നു, അവൻ്റെ മഴ അവനും അക്രമിക്കും ലഭിക്കുന്നു. ഈ ദുനിയാവിൽ അങ്ങനെയാണ്. റഹ്മാനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് തെറ്റ് ചെയ്തവനെ പരസ്യമായി അള്ളാഹു തആല പിടിച്ച് അവനെ നശിപ്പിക്കുന്നില്ല. അവനറിയാത്തത് കൊണ്ടല്ല. ലാ വലാ തഹ്സബന്ന അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികൾ ചെയ്യുന്ന ചെയ്തികൾ അള്ളാഹു കാണുന്നില്ലെന്ന്, അവൻ അതിനെ തൊട്ട് അശ്രദ്ധനാണെന്ന് ഒരിക്കലും ധരിച്ചു പോകണ്ടേ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വതഖഉൽ വഖാഇഉ ബിലാ ഇഅ്തിബാർ. ലോകത്ത് പല സംഭവങ്ങളും നടക്കുന്നു, പക്ഷേ യാതൊരു ഗുണപാഠവും ഇല്ല. നമുക്ക് തന്നെ അറിയാം, ഒരു വർഷത്തിന് മേലെ ഇതുപോലത്തെ ഒരു റമദാനിൽ നമ്മളാരും പള്ളിയിൽ വരാതെ വീട്ടിൽ തന്നെ എല്ലാവരും ഹൗസ് ക്വാറന്റൈനായിരുന്നു. ഒരാൾക്കും എവിടെയും ഇറങ്ങിക്കൂടാ. ഒരു വർഷത്തെ നോമ്പ് അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കൊറോണ എന്ന് പറയുന്ന മഹാദുരന്തം വന്ന് ലോകത്തെ ഒട്ടാകെ വരിഞ്ഞു മുറുക്കിയിട്ടും ഇപ്പോഴും ഞാനും നിങ്ങളും പാഠം പഠിച്ചിട്ടില്ല എന്നതാണ് ശരി. ഇഅ്തിബാറില്ല. സംഭവങ്ങൾ പലതും ലോകത്ത് നടക്കുന്നു, നമ്മുടെ മൂക്കിന് വന്നടിക്കുന്നു, പക്ഷേ യാതൊരു ഒരു പരിഗണനയുമില്ല. അതിൻ്റെ പേരിൽ യാതൊരു മാറ്റവും ചേഞ്ചും ഉണ്ടാകുന്നില്ല. അഴിഞ്ഞാട്ടത്തിന് യാതൊരു കുറവുമില്ല. അതരൽപ്പം ശമിച്ച് സാധാരണ അവസ്ഥയിലേക്ക് ലോകം നീങ്ങിയപ്പോൾ പിന്നെയും അഴിഞ്ഞാട്ടത്തിന് യാതൊരു കുറവുമില്ല. വലിയ വലിയ ആർഭാടങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇങ്ങനെയെല്ലാം ഈ ലോകം കഴിഞ്ഞു പോവുകയാണ്. ഓ മുഅ്മിനേ, ഒരിക്കലും നീ ആ വിഷയത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ അക്രമികളും അതേ ദുരാചാരികളും എന്ത് ചെയ്താലും ഇവിടെ റഹ്മാൻ എന്ന സിഫത്താണ് അള്ളാഹു നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യം ചെയ്യാൻ പോകുമ്പോഴേക്ക് കാല് കുഴഞ്ഞു പോകൂല. അള്ളാഹു തആല വിരോധിച്ചത് നോക്കുമ്പോഴേക്ക് കണ്ണിന് മൂടി വരൂല. അതേ കാത് ബധിരനായി പോകൂല. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോഴൊന്നും ഒന്നിനും തടസ്സമൊന്നും ഉണ്ടാകുന്നില്ല. ഒരക്രമി വലിയ അക്രമ പ്രവർത്തനം നടത്തുമ്പോൾ പെട്ടെന്ന് അവൻ കുഴഞ്ഞു വീഴുന്നില്ല. ഇതെല്ലാം ഈ ലോകത്ത് റഹ്മാൻ എന്ന സിഫത്തിൻ്റെ പേരിലെല്ലാം ഇങ്ങനെ അള്ളാഹു തആല വിടുകയാണ്. ഫബിർറഹ്മാനിയതി യഗ്തറുൽ ളാലിമൂൻ വബിഹിൽമിഹി തആല യതഗാഫലുൽ ഖാസിറൂൻ. നഷ്ടകാരികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ഈ സഹനം കണ്ട്, അവൻ്റെ സംയമനവും അവനിങ്ങനെ പിന്നെയും പിന്നെയും പിന്തിച്ചിടുന്നത് കണ്ട് പെട്ടുപോവുകയാണ്. എന്നാൽ വയൗമുത്വാമ്മത്തി ഫാരിഖുൻ ബൈന സ്വാലിഹീന വത്വാലിഹീൻ. ഒരു യൗമ വരുന്നുണ്ട്, ഒരു ദിവസം വരുന്നുണ്ട്. അത് ഖിയാമത്ത് നാളാണ്. അത് സംഭവിക്കുന്നതാണ്. ലാ റൈബ ഫീ ഇന്ന സ്സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ. ഖിയാമത്ത് നാള് സംഭവിക്കും, സംശയമില്ല. ഖുർആനിൽ എത്ര സ്ഥലത്ത് അത് പറഞ്ഞു. അത് വളരെ ബുദ്ധിപരമായ ഒരു സംഗതിയും അല്ലയോ? ഖിയാമത്ത് നാളില്ലാതെ എങ്ങനെയാണ് നീതി നടപ്പാകുക? അതിലേക്ക് ഞാൻ കൂടുതൽ കടന്ന് സംസാരിക്കുന്നില്ല. ബുദ്ധിയുള്ള ഏവർക്കും അറിയാം, ഈ ലോകത്തിൻ്റെ പോക്ക് കാണുമ്പോൾ ഒരു മറുലോകമില്ലാതെ നീതി നടപ്പാകൂല. അതുകൊണ്ട് ഖിയാമത്ത് നാളുണ്ട്. ആ ഖിയാമത്ത് നാട് ഫാരിഖുൻ ബൈന സ്വാലിഹീന വത്വാലിഹീൻ. നല്ല മനുഷ്യന്മാരുടെയും ചീത്ത മനുഷ്യന്മാരുടെയും ഇടയിൽ അത് വേർതിരിക്കുന്നതാണ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീമുമാണ് അല്ലാഹ്. ആ റഹീമിയത്ത് പരലോകത്ത് പ്രകടമാവുകയാണ്. അവിടെ എത്തുമ്പോൾ ഇതൊന്നും നടക്കൂല. വംതാദുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. എപ്പോഴും നമ്മൾ സൂറത്ത് യാസീൻ ഓതാറുണ്ട്. പക്ഷേ നമ്മളതെല്ലാം ഇങ്ങനെ ഓതി പോകാന്നല്ലാതെ മനസ്സിലേക്ക് കടക്കുന്നില്ല. എന്താണ് പറയുന്നത്? വംതാദുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഓ കുറ്റവാളികളായ മനുഷ്യന്മാരെ, ഇന്ന് നിങ്ങൾ നല്ല മനുഷ്യന്മാരിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങളൊന്ന് വേറിട്ട് നിൽക്കണം. അവരുടെ കൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അവർക്ക് ഇവിടെ നല്ല വെളിച്ചമാണ്, അവർക്കിവിടെ തണലാണ്. അതേ സമയത്ത് നിങ്ങൾ ഇരുട്ടിലാകും, നിങ്ങൾക്ക് വെളിച്ചം കിട്ടൂല. നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾക്കും ഒന്ന് വെളിച്ചം കിട്ടിക്കോട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെയും ഒന്ന് കാക്കണേ എന്ന് യഥാർത്ഥ മുഅ്മിനുകളോട് ചീത്ത മനുഷ്യന്മാർ പറയുമ്പോൾ ഈ വെളിച്ചം നിങ്ങൾക്ക് ഇല്ല, അവർ ഇരുട്ടിലാകുമെന്ന് ഖുർആൻ പറയുന്നു. വെറുതെയല്ല. അലം അഅ്ഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബ്ദു ശൈത്വാൻ. ശൈത്വാനെ അനുസരിച്ച് പോകരുതെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി കരാർ ചെയ്തിട്ടില്ലായിരുന്നോ? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവൻ വ്യക്തമായ നിങ്ങളുടെ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് തുറന്നടിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇങ്ങനെ ഒരു രംഗം നാളെ പരലോകത്ത് വരും. അയ്യുഹൽ മുഅ്മിനൂന സ്വായിമൂൻ. വേഗം പെട്ടെന്ന് വായിച്ച് ഇൻഷാ അല്ലാഹ്. നോമ്പുകാരായ മുഅ്മിനീങ്ങളെ, ഇന്ന സ്വൗമ ലൈസ ഫീഹി അഫ്ആലുൻ ബൽ ഫീഹി തുറൂഖുൻ. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, നോമ്പ് എന്ന് പറഞ്ഞാൽ അതിൽ കുറേ പ്രവർത്തനങ്ങളൊന്നുമില്ല. പിന്നെ അതിൽ ഉള്ളത് പലതും ത്യജിക്കലാണ്, ഒഴിവാക്കലാണ്. യത്റുഖു ത്വആമ വശറാബ വന്നിക്കാഹ്. ഭക്ഷണവും പാനീയവും അതുപോലെ സംയോഗവും എല്ലാം ഒഴിവാക്കുന്നു. വൽ മുസ്തഹയാത്തി വകസീറൻ മിനൽ മുബാഹ്. ശരിക്കു പറഞ്ഞാൽ നല്ല ത്വീബ് പോലും പെർഫ്യൂം പോലും നോമ്പിൻ്റെ പകൽ ഒരു നോമ്പുകാരൻ ഉപയോഗിക്കുന്നില്ല. അത് സുന്നത്തിനെതിരാണ്, അത് കറാഹത്താണ്. കാരണം അത് ഒരു ഒരു ആർഭാടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സുഖത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നോമ്പുകാരൻ അത് യോജിച്ചതല്ല. അതുകൊണ്ട് പകൽ സമയത്ത് നോമ്പുകാർ ത്വീബ് വരെ ഉപേക്ഷിക്കുന്നു. യകുഫു ഫുആദഹു അനിൽ ഹമ്മി ബിൽ മആസി. തെറ്റുകൾ പ്ലാൻ ചെയ്യുന്നതിന് തൊട്ട് അവൻ്റെ ഹൃദയത്തെ അവൻ തടയുന്നു. വബസറഹു അൻ ഫുദൂലിൻ നദർ. അനാവശ്യമായ നോട്ടങ്ങളെ തൊട്ട് അവൻ്റെ ദൃഷ്ടിയെ അവൻ കാക്കുന്നു. വസംഅഹു അനിൽ ഇസ്തിമാഇ ലിമാ ഫീഹി വിസ്റുൻ. കുറ്റമുള്ള കാര്യങ്ങൾ സ്വന്തം പറയുന്നില്ലെന്ന് മാത്രമല്ല, വേറൊരാൾ പറയുന്നത് കേൾക്കാൻ പോലും അവൻ നിൽക്കുന്നില്ല. അവൻ്റെ കാതിനെ അവൻ തടയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ ത്വആമഹു വശറാബഹു. കുറ്റകരമായ കാര്യങ്ങൾ പറയുന്നതും അത് കേൾക്കുന്നതും അതുമായി ഇടപെടുന്നതും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അന്നപാനീയം ഉപേക്ഷിച്ചത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, വഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്. നിങ്ങളൊരാളുടെ നോമ്പിൻ്റെ ദിവസമായാൽ അവൻ തെറ്റായ വാക്കുകൾ പറഞ്ഞു പോകരുത്. അതല്ലാത്ത ദിവസവും പാടില്ല, പക്ഷെ നോമ്പിൻ്റെ പവിത്രത കൊണ്ട് പറയാണ്. ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു. ഇങ്ങോട്ടൊരാളോട് ഒരാൾ വന്ന് അവിവേകം ചെയ്തു പോയാൽ അല്ലെങ്കിൽ ചീത്ത വിളിച്ചിട്ട് വന്നാൽ ഫൽയഖുൽ ഇന്നി സ്വായിമുൻ. ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അടങ്ങിക്കോളണം. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി. അല്ലാഹുവിൻ്റെ റസൂല് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ലഖുലൂഹു ഫമിസ്വായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി. നോമ്പുകാരൻ്റെ വായയുടെ ആ പകർച്ചയുള്ള സമയത്തുള്ള ദുർവാസന, അതിനാണ് ഖുലൂഫ് എന്ന് പറയുന്നത്. അത് അല്ലാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ പരിമണമുള്ളതാണ്. മലക്കുകൾക്ക് ആ വാസന എത്രയോ ഇഷ്ടമാണ്.
സാധാരണ നിലയിൽ ദുർവാസന മലക്കുകൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ വീടും പരിസരവും നമ്മൾ താമസിക്കുന്ന സ്ഥലവും എല്ലാം വൃത്തിയാക്കി വെക്കണം. കാരണം റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് ശല്യമാണ്, ദുർവാസന ശല്യമാണ്. അതേസമയത്ത് നല്ല വാസന മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ്. ഈ വാസന നോമ്പുകാരൻ്റെ വായയുടെ വാസന, ആ വാസന മലക്കുകൾക്ക് ഇഷ്ടമാണ്, അവർക്ക് പരിമണമാണ് എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ പറയാണ്, ലിസ്വാഇമി ഫർഹതാനി യഫ്റഹുഹുമാ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്, ആ സന്തോഷം അവന് ലഭിക്കുക തന്നെ ചെയ്യും. ഇദാ അഫ്തറ പരിഹ, അവൻ നോമ്പ് മുറിക്കുന്ന സമയത്ത് സന്തോഷിക്കുന്നു. വഇദാ ലഖിയ റബ്ബഹു പരിഹ ബിസൗമിഹി, മറ്റൊന്ന് അവൻ്റെ രക്ഷിതാവായ അല്ലാഹു ജല്ല ജലാലുഹു അവനെ കണ്ടുമുട്ടുമ്പോൾ, അവനെ കാണാനുള്ള അവസരം ലഭിക്കുമ്പോൾ, അവൻ നേരത്തെ അനുഷ്ഠിച്ച ക്ഷീണിച്ച് അതേ തൊണ്ട വരണ്ട് വയറൊട്ടിയിട്ട് അനുഷ്ഠിച്ച നോമ്പിൻ്റെ പേരിൽ അവൻ സന്തോഷിക്കുകയാണ്. ഇഖ്വത്തിൽ കിറാം, ഇന്ന സൗമ ഹിസ്നുൻ ഹസീനുൻ മിനൽ മുൻകറാത്തി വൽ ഫവാഹിഷ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് എന്ന് പറഞ്ഞാൽ അത് നീചകൃത്യങ്ങളെ തൊട്ടും വേണ്ടാത്തരങ്ങളെ തൊട്ടും കാത്ത് സംരക്ഷിക്കുന്ന ഒരു കോട്ടയാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹിൽ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഹദീസിൽ വമല്ലം യസ്തതി അലൈഹി ബിസ്സൗം, ആർക്കെങ്കിലും വിവാഹത്തിന് സാധ്യമാകുന്നില്ലെങ്കിൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, അത് അവന് അവൻ്റെ വികാരത്തെ തകർക്കുകയും അവന് സംരക്ഷണം നൽകുകയും ചെയ്യും എന്ന് ഹദീസിൽ പറഞ്ഞു. ആ ഹദീസ് എല്ലാവർക്കും അറിയാം, നിക്കാഹിന്റെ സദസ്സിലൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ടാകും. യാ മഅശറ ശബാബി മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുവസമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയാണ്, ഓ യുവാക്കളെ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത, നിങ്ങളിൽ ഒരാൾക്ക് വിവാഹം ചെയ്യാനുള്ള കഴിവ്, അതിന് ആവശ്യമായ മഹറും അതുപോലെ 6 മാസക്കാലത്തേക്ക് ആ പെണ്ണിന് കൊടുക്കേണ്ട വസ്ത്രം, അത് വിവാഹത്തിൻ്റെ ചെലവാണ്. അതിന് ആർക്കെങ്കിലും കഴിവുണ്ടായാൽ അവൻ വിവാഹം ചെയ്യട്ടെ. ഫഇന്നഹു അഗദ്ദു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജി, അത് അവൻ്റെ രഹസ്യാവയവത്തെ സംരക്ഷിക്കുന്നതും അവൻ്റെ കണ്ണിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. അതുകൊണ്ട് വിവാഹപ്രായമെത്തിയാൽ ചില യുവാക്കൾക്കുണ്ട് ഇപ്പം അവിടെ നിൽക്കട്ടെ എന്നൊരു തീരുമാനം. അങ്ങനെയാകരുത്. കഴിവുണ്ടാകുമ്പോൾ വിവാഹം ചെയ്യണം. പിന്നെ ഒരു സമയം, ആ സമയം അങ്ങോട്ട് വിട്ടാൽ, ആ സ്റ്റേജ് അങ്ങോട്ട് വിട്ടാൽ പിന്നെ വിവാഹം കഴിക്കൽ പ്രയാസമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുന്നു, മാറി നിൽക്കാൻ പാടില്ല. ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ പെണ്ണന്വേഷിച്ച് നിൽക്കുന്നുണ്ട്. അല്ലാഹുവേ, അവർക്ക് ഖൈറായ ഇണകള നീ നൽകണം റഹ്മാനേ. ഒരു കാര്യം ഞാൻ അതിൻ്റെ ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില ചെറുപ്പക്കാർ, അവർക്ക് വിവാഹത്തിന് ആവശ്യമായ ചില മഹർ ഇല്ലാത്തത് കൊണ്ട്, അതെ, ആ പെണ്ണിന് ഡ്രസ്സ് എടുത്തു കൊടുക്കണ്ടേ, മാനമായ ഒരു വസ്ത്രം, അതുപോലെ നമ്മുടെ നാട്ടിൽ നടപ്പുള്ള ഒരു മിനിമം ഒരു മഹർ കൊടുക്കണ്ടേ. ഇപ്പോൾ സ്വർണത്തിനൊക്കെ വലിയ വിലയാണെന്ന് നമുക്കറിയാം. അത് സംഘടിപ്പിക്കാൻ കഴിവില്ലാത്ത ചെറുപ്പക്കാർ ഉണ്ടെന്ന് ഓർക്കണം. അതെ, അങ്ങനെ വിവാഹമൂല്യത്തിന് കഴിവില്ലാത്ത ഇൽമുമായി ബന്ധപ്പെടുന്ന മുത്തഅല്ലിമീങ്ങൾ, അല്ലെങ്കിൽ അവർ പഠിച്ചുകൊണ്ട് ബിരുദമെടുത്ത് വന്നവർ പലരും ഉണ്ടെന്നുള്ള ബോധം പലപ്പോഴും സമുദായത്തിലുള്ള ധനികർക്ക് ഇല്ല. അവർ വിചാരിക്കുന്നത് പെണ്ണ് കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വിഷയമല്ല. പെൺകുട്ടീനെ വായിക്കുന്ന കാര്യത്തിൽ എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുത്തോ, അത് ചെയ്തു കൊടുക്കണ്ടെന്നല്ല. പക്ഷേ ആണ് കെട്ടുന്നിടത്തും ആ ബോധം വേണം. അവർക്ക് സക്കാത്ത് കൊടുക്കണം. തുഹ്ഫയിൽ കാണും ഒരു മസാല, ലൗ നദറ സൗമദ്ദഹരി വൻഅഖദ നദറുഹു വമനഅഹു സൗമുഹു അൻ കസ്ബിഹി ഉഅതിയ അലൽ ഔജഹി. അതിൻ്റെ ശേഷമാണ് ഞാൻ പറയാൻ പോകുന്നുള്ളത്. അതായത് ആ പറഞ്ഞതെന്ന് അറിയുകൾ, ഒരാൾ കൊല്ലം മുഴുവനും നോമ്പനുഷ്ഠിക്കാൻ നേർച്ചയാക്കി എന്ന് വെക്കുക. സ്വന്തം തടിയാണ്, ഭാര്യയും കുട്ടികളൊന്നും ഇല്ല. ഒരു ചങ്ങായി സ്വന്തത്തിലാണ്.
ഹറാമായ ദിവസങ്ങൾ വെച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുക. സുന്നത്ത് നോമ്പ് അതങ്ങനെ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ വലിയ ചർച്ചകളൊക്കെ ഉണ്ട്. സുന്നത്താണോ അല്ല കറാഹത്തുണ്ടോ അത് മറ്റൊരു കാര്യമാണ്. അലൽ ഇത്ലാഖ് നിരുപാധികമായി സുന്നത്താണ് അഫ്ളലാണ് എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് മറ്റ് കടപ്പാടുകളും മറ്റൊക്കെ തടസ്സപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യാൻ പാടില്ല. അല്ലാത്തവർക്ക് വേണമെങ്കിൽ പറ്റും. അത് സ്വന്തം തടിയായിരിക്കണം. ഇരിക്കട്ടെ, അങ്ങനെ ഒരാള് നേർച്ചയാക്കി വമനഹു സൗമുഹു അൻ കസ്ബിഹി, എന്നിട്ട് അവനിക്ക് നേർച്ചയാക്കി പോയല്ലോ ഫറളായി കഴിഞ്ഞ്. അപ്പോൾ അവനിക്ക് എന്താണ്, ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ഈ നോമ്പ് ഇങ്ങനെ എല്ലാ ദിവസവും നോമ്പ് എടുക്കുകയാണല്ലോ, ജോലി ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഉഅ്തിയ അലൽ ഔജഹി, പ്രബലമായ അഭിപ്രായ പ്രകാരം അവന് സക്കാത്തിൽ നിന്ന് നൽകപ്പെടാവുന്നതാണ്, നൽകപ്പെടണം. എന്നിട്ട് പറയാണ്, പുതിയല്ല, നേരത്തെ പണ്ടേ കിതാബുകൾ എഴുതി വെച്ച വിഷയമാണ്. ഇപ്പം എന്തായിരുന്നാലും ആൾക്കാർ കാലം 300 ദിവസം നോമ്പ് വെക്കൊന്നും ആരും പോകുന്നില്ല. അങ്ങനെ ഒരാൾ ചെയ്താൽ അതിന് വകുപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. ഇരിക്കട്ടെ, പിന്നെ വകമാല വിഹ്ദാജലിൻ നികാഹി വലാ ശൈഅ മഅഹു ഫയുഅ്താ മാ യസ്രിഫുഹു ഫീഹി. ഏതുപോലെ ഒരാൾക്ക് വിവാഹം ചെയ്യണം, വിവാഹത്തിന് ആവശ്യമായ മഹറിനും അത്യാവശ്യം ഡ്രസ്സ് കൊടുക്കാനുള്ള കഴിവ് ഇല്ല, ബാഅത്ത് എന്ന് പറഞ്ഞല്ലോ, അത് ഇല്ലാത്തൊരു വ്യക്തിയാണ്. എന്നാൽ ഫയുഅ്താ മാ യസ്രിഫുഹു ഫീഹി, അതിൽ ചെലവഴിക്കാൻ ആവശ്യമായ എമൗണ്ട് അവന് സക്കാത്തിൽ നിന്ന് കൊടുക്കപ്പെടണം. അപ്പം നാട്ടിലൊരുപാട് സക്കാത്ത് കൊടുക്കാനുള്ള ആളുകൾ, തൊട്ടടുത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ മാന്യത കൊണ്ട് സംഗതിയൊന്നും പറയുന്നില്ല, ഇതെന്താ അവനെ കൊണ്ട് കെട്ടിക്കാത്ത, ആയിക്കില്ല എന്ന് പറയും. ആയിട്ടല്ല, പിന്നെ പൈസ കൊണ്ട് ആയിട്ടാണ്. അങ്ങനെ പലരും ഉണ്ടേ സഹോദരങ്ങളെ. നിങ്ങളോട് വന്നിട്ട് എൻ്റെ മകന് വിവാഹം ചെയ്യാൻ മഹറില്ല എന്ന് പറയൂല. മാന്യത എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കണം. ചിലർ വിചാരിക്കും ഞമ്മക്ക് മാത്രം മാന്യത. എല്ലാവർക്കും മാന്യതയുണ്ട്, അവരവരുടേതായ മാന്യത എല്ലാവർക്കുമുണ്ട്. ആ മാന്യത കീപ്പ് ചെയ്ത് ജീവിക്കണമെന്നുള്ള ചിന്തയുമുണ്ട്. അതുകൊണ്ട് തന്നെ വന്നിട്ട് കഷ്ടപ്പാട് പറയൂല, പ്രശ്നം പറയൂല. പിന്നെ കുത്തി അവരോട് ചോദിക്കണം, സ്വകാര്യമായിട്ട് ചോദിക്കണം. മൂസഞ്ഞി പറ, അതെന്താ ചെറിയോൻ കൊണ്ട് കെട്ടിക്കാത്തത് എന്ന് ചോദിക്കുക. അപ്പം പിന്നെല്ലാം കൂടി ഇറങ്ങി മൂളി അവസാനം പറയും, കുഞ്ഞുമോനെ ഇപ്പം മഹറുവെല്ലാം വേണ്ടേ? അപ്പം എന്താ വിഷയം? ഇല്ല, കഴിവില്ല, ഇല്ല, സർക്കാരിൻ്റെ തൊന്നുമില്ല. എന്നാൽ നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ്. ആരും അറിയൂല, നിങ്ങളും ഞാനും അല്ലാതെ അറിയൂല. ചെറിയോൻ്റെ വിവാഹം നടന്നോട്ടെ, ഇതെൻ്റെ സക്കാത്തിൻ്റെ കാശാണ്. ഇതാരാണ് ചിന്തിക്കുന്നത്? ഇങ്ങനെ ആരാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? പ്രവർത്തിക്കുന്നത് ആരാണ്? ഉണ്ടാകാം, അത്യപൂർവം. പക്ഷെ പലർക്കും ഈ വിഷയം അറിയില്ല. കാരണം ചെറിയാൾ വായിക്കുന്ന, പെൺകുട്ടീനെ വായിക്കുന്ന കാര്യത്തിന് മാത്രമേ സഹായിക്കണ്ടു. ഇവനിക്ക് എന്താ ആണ് കെട്ടുമ്പോൾ എന്തോ ഒരു ക്രൂരത പോലെ, പെണ്ണ് കെട്ടുമ്പോൾ പെണ്ണിനെ വായിക്കുമ്പോൾ ഒരു മൃദുലതയും, ആണിനെ കെട്ടിക്കുമ്പോൾ അവനിക്കെന്താ ആണിൻ്റെ മങ്ങാലല്ലേ എന്നറിയാം. ആണിൻ്റെ മങ്ങലല്ലേന്ന്. ആണിൻ്റെ മംഗലത്തിന് വലിയ ചിലവുണ്ടിപ്പോൾ, മനസ്സിലാക്കണം. അത് മാത്രമല്ല, ആണ് പെണ്ണിനെ വിവാഹം ചെയ്തിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇയാളെ ബാധ്യത ഏകദേശം കഴിഞ്ഞ്. ആണ് കെട്ടിയാലേക്ക് പുരയിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന പോലെ ചിലവും കൂടി എന്ത് ചെയ്യണോ നമ്മൾ നോക്കണം. അവർക്ക് താമസിക്കാനുള്ള മാനമായ ഒരു റൂം അത് വേണം. അതുകൊണ്ട് പലരും ഈ വിഷയത്തിൽ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റുള്ളവരെയും ഇതെന്ത് ചെയ്യണം, അറിയിച്ച് ബോധവൽക്കരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കണമെന്ന് സാന്ദർഭികമായി പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി പറയുന്നു, അയ്യുഹൽ മുഅ്മിനു ബില്ലാഹി ഇസ്അദ് മാഇദത്തുൽ ഖുർആൻ. ഞാൻ വേഗം ചുരുക്കിയിട്ട് വേറെ വിഷയത്തിലേക്ക് കടക്കും. ചുരുക്കി പറഞ്ഞു, ഖുർആനാകുന്ന സുബ്രയിലേക്ക് നിങ്ങൾ ചെന്ന് ഹാജരാകണം. സുബ്ര ഇട്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ലേ, അതുപോലെ ഖുർആൻ്റെ അടുത്ത് പോകണം. വസ്ബഇ മിൻഹു, അതിൽ ധാരാളം വയറ് നിറച്ചേ കഴിക്കണം. വഅക്തിർ ഖത്മഹു ഫീ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിൽ പരമാവധി പരിശുദ്ധ ഖുർആൻ ഖത്മ ചെയ്യലിനെ വർദ്ധിപ്പിക്കുക, ധാരാളം ഖത്മ ഓതുക. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും സാധാരണ ഒരു ഖത്മ ഓതുകയും റമളാനിൽ 2 ഖത്മ ഓതുകയും ചെയ്യും എന്നത് ചരിത്ര പ്രസിദ്ധമാണ്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം ഓതുക. വൽസംഹു ദിറാസതൻ വ തിലാവതൻ, അത് ഓതുകയും ചെയ്യണം, പഠിക്കുകയും ചെയ്യണം ഖുർആനിനെ. വകാന ജിബ്രീലു അലൈഹിസ്സലാം യുദാരിസുൽ ഖുർആന മഅ ഹബീബില്ലാഹി അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഖുർആൻ ചർച്ച ചെയ്യാറുണ്ട്. ഖുർആൻ നബി തങ്ങൾ ഓതാറുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കാറുണ്ട്. അങ്ങനെ ഖുർആനുമായുള്ളൊരു പഠനം റമളാനിൽ നടക്കാറുണ്ട്. വഅയ്ളൻ അലൈകാൻ തുജവ്വിദൽ ഖുർആൻ, അതുപോലെ ഖുർആൻ ഓതുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ഖുർആൻ അതിൻ്റെ നിയമമനുസരിച്ച് ഓതണം. തെറ്റിപ്പോകുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഖുർആനിലുണ്ട്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ സാധാരണ പാരായണം ചെയ്യേണ്ടുന്ന അതേ സൂറത്തുൽ കഹ്ഫിൽ 1-2 തെറ്റിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ദാലിക തഅ്വീലു മാലം തസ്തി അലൈഹി സബ്റാ സഉനബ്ബിഉക ബിതഅ്വീലി മാലം തസ്തതി അലൈഹി സബ്റാ. ഇങ്ങനെ 2 ചെറിയ വ്യത്യാസങ്ങളോടുകൂടെ കാണാം. മൂസാ നബി അലൈഹിസ്സലാമും ഖളീർ അലൈഹിസ്സലാം കൂടിയുള്ള യാത്ര ഞാൻ വിശദീകരിക്കല്ല. ആ യാത്രയിൽ കുറേ സംഗതികൾ, അത്ഭുതങ്ങളുണ്ടായി. പെട്ടെന്ന് പൊരുളുകൾ മനസ്സിലാകാത്ത പല വിഷയങ്ങളും ഖളീർ അലൈഹിസ്സലാം ചെയ്തു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് അതിൻ്റെ വിശദീകരണം കിട്ടുന്നത് വരെ മൂസാ നബി ഇങ്ങനെ ഭയങ്കര കലിഞ്ഞു തുള്ളുകയാണ്. ഇത് മൂസാ നബിക്ക് ഇതെല്ലാം ചെയ്യുന്നതല്ലേ പണി. അങ്ങനെ അതാണ് സഉനബ്ബിഉക ബിതഅ്വീലി മാലം തസ്തതി അലൈഹി സബ്റ. ആടെ തസ്തതി എന്നുണ്ട്, തസ്തതി. അങ്ങനെല്ലാം വിശദീകരിച്ചു കൊടുത്ത് അത് സംഗതി കറാമത്താന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, അത് എന്ത് ചെയ്യണം, ബോധ്യപ്പെടുന്ന രൂപത്തിൽ അതിൻ്റെ വിഷയം മനസ്സിലാക്കി കൊടുക്കണം. ഖുർആന് ഈ കപ്പൽ പൊളിച്ചതും അതുപോലെ ആ ഗുലാമിനെ ഖത്ൽ ചെയ്തതൊക്കെ വെറുതെ പറഞ്ഞു വിട്ടതല്ല, അതിന്റെ ശേഷം വിശദീകരിച്ചിട്ടുണ്ട്. അമ്മ സഫീനത്തു ഫകാനത്തിൽ മസാക്കിനെ യഅമലൂന ഫിൽ ബഹർ, വെറുതെ വിട്ടേച്ച് പോയതല്ല. ഖുർആന് പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി അങ്ങോട്ട് പറഞ്ഞു, അതിന്റെ രഹസ്യം പറഞ്ഞു. ഇരിക്കട്ടെ, അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ചൂടെല്ലാം തണിഞ്ഞ് റാഹത്തായി. അതായി ശരി, എല്ലാം അങ്ങനെയല്ലേ. ദാലിക തഅ്വീലു മാലം തസ്തി അലൈഹി സബ്റ. അവിടെ അത്ര വേഴ്ചപ്പാടില്ല, തസ്തി അലൈഹി സബ്റ. അവിടെ മറ്റേടത്തോ മൂസാ നബി ഇങ്ങനെ ദേഷ്യം പിടിച്ച് വിങ്ങിപ്പൊട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് മാലം തസ്തി അലൈഹി സബ്റ, നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ ആ വിഷയത്തിന്റെ തഅ്വീല് പൊരുളുകൾ വ്യാഖ്യാനം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് തിരക്കാക്കലേക്ക് പറഞ്ഞുതരാം. ആടെ തസ്തി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല, പണ്ഡിതന്മാരെ പറയുന്നു തസ്തത്തി. അവിടെ ആ വാചകത്തിന്റെ പ്രയോഗം തന്നെ ആ സന്ദർഭത്തിന്റെ സമ്മർദ്ദത്തെ അറിയിക്കുന്നു, ആ സന്ദർഭത്തിന്റെ കലുഷതയെ അറിയിക്കുന്നു. ഇപ്പുറത്ത് അത്ര തന്നെ ഇല്ലാത്തതുകൊണ്ട് തസ്തി. ഇതാണ് ഖുർആൻ. വാചകത്തിൽ വരെ ഒരുപാട് ആശയങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അവിടെ കണ്ടുപോകാൻ ശ്രദ്ധിക്കണം. സഉനബ്ബിഉക ബിതഅ്വീലി മാലം തസ്തതി അലൈഹി സബ്റ. അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം ദാലിക തഅ്വീലു മാലം തസ്തി അലൈഹി സബ്റ. അതുപോലെ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി സാമ്പിൾ ഒന്നുണ്ട് പറയുന്നേ ഉള്ളൂ. ഫമസ്തഉ അൻ യദ്ഹറൂഹു വമസ്തതഉ ലഹു നഖബാ. ദുൽഖർനൈനിൽ ഇസ്കന്ദർ റളിയല്ലാഹു അൻഹു വലിയ മതിൽ നിർമ്മിച്ചു കൊടുത്ത സംഭവം പറയുന്നുണ്ടല്ലോ. വയസ്അലൂനക അൻ ദിൽ ഖർനൈനി ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ എന്ന് തുടങ്ങി സൂറത്തുൽ കഹ്ഫിൽ വിശദീകരിക്കുന്നുണ്ട് ദുൽഖർനൈനി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. യഅ്ജൂജ മഅ്ജൂജ് എന്ന് പറയുന്ന ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു ടീമാണ്. ഇന്ന യഅ്ജൂജ വമഅ്ജൂജ മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. ഓ ഇസ്കന്ദർ രാജാവേ, ഇവിടെ യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്നത് ഒരു മനുഷ്യ വിഭാഗമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകൾപ്പെട്ടതാണ്. ആ യഅ്ജൂജ് മഅ്ജൂജ് വല്ലാത്ത നാശകാരികളായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ശല്യം വല്ലാതുണ്ട്. അവരുടെ ഇങ്ങോട്ടുള്ള നുഴഞ്ഞുകയറ്റം നിർത്തിയിട്ട് ഞങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകുന്ന വിധത്തിൽ ഒരു ഭദ്രമായ ഒരു മതിൽ അവരുടെയും ഞങ്ങളുടെയും ഇടയിൽ നിർമ്മിച്ചു തരുമോ? ഞങ്ങളെ കൊണ്ടാകുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാൽ. ഇന്ന യഅ്ജൂജ വമഅ്ജൂജ മുഫ്സിദൂന ഫിൽ അർള് ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. അപ്പോൾ
ഇസ്കന്ദർ രാജാവ് പറഞ്ഞു, മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനൂനി ബിഖുവ്വത്തിൻ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ. എനിക്ക് അല്ലാഹു തആല ഒരുപാട് സാമ്പത്തിക ശേഷിയൊക്കെ തന്നിട്ടുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സഹായമൊന്നും ആവശ്യമില്ല, പക്ഷെ ഒത്താശ ചെയ്യണം. ഈ ഒത്താശ ചെയ്യാന്ന് പറയുന്നത് പണ്ടേ ഉള്ളതാണ്. കാരണം അടങ്ങിയാൽ കുത്തിഞ്ഞാൽ പറ്റില്ല. ഒരു സംഗതിക്ക് വേണ്ടി ലേശം ഒരു മെനക്കെടണം. മാ മക്കന്നി ഫീഹി റബ്ബി ഖൈർ ഫഅഈനൂനി ബിഖുവ്വ. നിങ്ങളെല്ലാവരും നിങ്ങളെ ആരോഗ്യം കൊണ്ട് ഒന്ന് തടി കൊണ്ടൊന്നൊന്ന് അധ്വാനിക്കുക എത്തുകയും വേണം. അങ്ങനെയാണല്ലോ പണ്ടല്ലോ. മംഗലപ്പുര പോയിട്ട് കക് മുറിക്കലും അതുപോലെ തന്നെ പന്തൽ കെട്ടലും സുബ്ഹാനല്ലാഹ് എല്ലാത്തിനും എന്ത് ചെയ്യും? അതേത് വലിയ മുതലാളിൻ്റെ പുരയിലും പോയി ചെയ്യും. അതിലാരും ഒരു വിഷമം കാണില്ല. കാരണം അതിലൊരു മുനാസിർ മിന്നത്തല്ല, സഹായം തടി കൊണ്ട് എത്തുക എന്ന് പറയുന്നത് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ചെറിയോനും വലിയോനും ഒക്കെ ഉണ്ടാവും. അതേസമയത്ത് സാമ്പത്തിക സഹായം ചെയ്യാന്ന് പറയുന്നത് മറ്റൊരു സംഗതിയാണ്. ഇരിക്കട്ടെ, ഇവിടെ ഇസ്കന്ദർ രാജാവ് പറഞ്ഞു, സാമ്പത്തികം ഒന്നും നിങ്ങൾക്ക് വേണം, ഞാനായിക്കോളൂ, നിങ്ങളൊന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യണോ, നിങ്ങളെ ഒത്താശ വേണം. അങ്ങനെ എന്ത് ചെയ്തു? വലിയ ഒരു മതിൽ നിർമ്മിച്ചു. അതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം നിൽക്കുന്നത്. അവർ ഖിയാമത്ത് നാളാകുന്ന സമയത്ത് ആ മതിൽ പൊട്ടിയിട്ട് പുറത്തു വരും. ഹത്താ ഇദാ ഫുത്തിഹത് യഅ്ജൂജു വമഅ്ജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യഅ്ജൂജ് മഅ്ജൂജിന്റെ ആ മതിൽ പൊട്ടി തുറന്നുകൊണ്ട് അവരിങ്ങനെ എന്ത് ചെയ്യും? കുത്തിയൊഴുക്കോടെ ഇങ്ങനെ എന്താ പറയാ, വല്ലാത്ത ഒരു കുതിച്ചു വരൽ ആ യഅ്ജൂജ് മഅ്ജൂജിന്റെ വക്കന്നുണ്ടാകും. കുതിച്ചു വരുന്നതാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഹദീസിൽ ധാരാളം ആ യഅ്ജൂജ് മഅ്ജൂജ് വന്നാൽ ഒരു വലിയ സമുദ്രത്തിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വരാൻ പോകുന്ന സംഗതിയാണ്, യാതൊരു സംശയമില്ല. ഇരിക്കട്ടെ, അവിടെ ഫമസ്തഅഉ അൻ യദ്ഹറൂഹു വമസ്തതഅഉ ലഹു നഖബാ. ഒരിക്കലും തുടക്കത്തിൽ ഫമസ്തഅഉ എന്നേ ഉള്ളൂ. അതിനെ മേലെ കയറിക്കടക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒന്നുകിൽ മേലെ കയറി ചാടണം, ഹൈബൻ ജമ്പ് നടത്തണം, അതിലേക്കാവൂല. പിന്നെ മറ്റത് തീരെയും കഴിയൂല, അത് തുരന്നിട്ട് പോവാൻ. എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നൊരു സമയമുണ്ട്. ഖിയാമത്ത് നാളെടുക്കുമ്പോൾ യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടുന്ന സമയം. അതിൻ്റെ മുമ്പ് അവർക്ക് അത് തുറക്കാൻ കഴിയൂല, ചാരിക്കടക്കാൻ കഴിയൂല, ഒന്നും കഴിയൂല. ഇരിക്കട്ടെ, ആ ചരിത്രം പറയാനല്ല എൻ്റെ ലക്ഷ്യം. ഇവിടെ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഇങ്ങനെ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു, ഖാല ലഹു സാഹിബുഹു. ഒരു ഉദാഹരണമാണ്. അവിടെ ഒരു ചെറിയ നീട്ടമുണ്ട്. വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി അഫലാ തഅഖിലൂൻ. അവിടെ ഹു എന്ന് പറഞ്ഞത് തീരെ നീട്ടമില്ല. അതേസമയത്ത് ഈ പറഞ്ഞെടുത്ത് ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു അന അക്തറു മിൻക മാലൻ വഅഅസ്സു നഫറാ. അത് രണ്ടും വേർതിരിച്ച് അറിയാനുള്ള അടയാളവും ഖുർആനിലുണ്ട്. അതെങ്ങനെ തിരിയാ? വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു എന്ന് പറഞ്ഞത് നുഅമ്മിർഹു അവിടെ തീരെ നീട്ടുന്നില്ല. ഖാല ലഹു സാഹിബുഹു എന്ന് പറഞ്ഞിട്ട് നീട്ടുന്നു. അതെങ്ങനെയാ തിരിയാ? രണ്ടും തമ്മിൽ മനസ്സിലാകാ? അത് പരിശുദ്ധ ഖുർആനിൽ ചെറിയ നീട്ടമുള്ള സ്ഥലത്ത് ഹു എന്നാണ് നീട്ടമെങ്കിൽ അവിടെ ഒരു ചെറിയ വാവുണ്ടാവും. നല്ലോണം കാണുന്നവരൊക്കെ കാണുള്ളൂ. ചെറിയൊരു മൈങ്ങാലിപ്പ് കണ്ണിനുണ്ടെങ്കിൽ എന്താവൂല, കാണൂല, ചെറിയൊരു വാവുണ്ടാവും. അതുപോലെ ഹീ എന്ന് അങ്ങോട്ടാണ് നീട്ടുന്നതെങ്കിലോ ഒരു ചെറിയ യാ ഉണ്ടാകും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ അവ്വൽ മുതൽ ആഖിർ വരെ ആദ്യാവസാനം അതിൻ്റെ നിയമം അനുസരിച്ച് ഓതാൻ ഒരുപാട് പഠിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് നമ്മൾ ഈ റമദാനിൽ നിന്ന് പരിശീലിക്കണം, ധാരാളം ഓതുകയും വേണം. ആ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഓതിയിട്ടുണ്ട്. ഖുർആനിൻ്റെ അതേ പഠനം നടത്തിയിട്ടുണ്ട്. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ സാവകാശം അതിൻ്റെ നിയമം അനുസരിച്ച് ഓതണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
ഇനി സഹോദരങ്ങളെ, ഞാൻ നീട്ടുന്നില്ല. ഫഇല്ലം തഖറ അൻത ലിഅജ്ദിൻ ഔ ഗൈരിഹി, എനിക്ക് ഖുർആൻ സ്വന്തം ഓതാൻ കഴിയുന്നില്ല, ഓതാൻ തീരെ ആകാത്തത് കൊണ്ടാണ്, അല്ല തൽക്കാലം ഇപ്പോൾ ഓതാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഫഅലൈക ബിൽ ഇസ്തിമാഇ ഇലാ തിലാവതി താലി, ഖുർആൻ ഓതുന്ന ആളടുത്ത് പോയി ഇരുന്നിട്ട് അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അല്ലാഹു പറയുന്നു, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങളതിലേക്ക് ശരിക്ക് ഇസ്തിമാഅ് ചെയ്യണം. വഅൻസിതു, നല്ല അടക്കത്തോടെ ഒതുക്കത്തോടെ ഇരുന്നിട്ട് നന്നായി കാതോർക്കണേ. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹമത്ത് ചെയ്യപ്പെടുന്നതാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് മരിച്ച വീട്ടിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. കാരണം അത് വല്ലാത്ത ബറക്കത്തുള്ള ഒരു സംഗതിയാണ് ഖുർആൻ പാരായണം. അവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും. അതുകൊണ്ട് മരിച്ച മയ്യിത്തിന് അതിൻ്റെ ഫലം ലഭിക്കുന്നതോടൊപ്പം ആ ഓതുന്ന ആൾക്ക് കൂലിയുണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ പരിസരത്തൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുകയാണ്. ഖുർആൻ ഞാൻ ചെറിയ സംഗതിയല്ല. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. റഹ്മത്ത് വേണോ? ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വനാഹീക അന്നല്ലാഹ തആല യസ്തമിഉ ലിൽ ഖുർആനി. ഇങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലേക്ക് ഇസ്തിമാഅ് ചെയ്യും. അത് തന്നെ പോരെ. ആ ഇസ്തിമാഅ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയല്ല. നമ്മൾ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക, അങ്ങനെ കാതോർത്ത് കേൾക്കല, അതല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, സ്വഹീഹുൽ ബുഖാരി തന്നെ ഉള്ളതാണ്, മാ അദിനല്ലാഹു ലിശൈഇൻ മാ അദിന ലിന്നബി അൻ യതഗന്നാ ബിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഓതുന്നൊരു നബിയേക്ക് അല്ലാഹു തആല ഇസ്തിമാഅ് ചെയ്യുന്നത് പോലെ വേറെ ഒരു വിഷയത്തിലേക്കും അല്ലാഹു തആല ഇസ്തിമാഅ് ചെയ്യുന്നില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവിലേക്ക് ഒരു വിഷയം ചേർത്തി പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം എന്താണോ അതങ്ങനെ തന്നെ എല്ലാ സ്ഥലത്തും വെക്കാൻ പറ്റൂല. പിന്നെ ആ അർത്ഥം അള്ളാഹുവിനോട് യോജിക്കുമോ എന്ന് ചിന്തിക്കണം. എല്ലാ വാക്കിനും എല്ലാ സ്ഥലത്തും ഒരേ അർത്ഥമല്ല. അതായിരിക്കും അറിഞ്ഞൂടത്. മാത്ത എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണ്. മാത്ത ഹിറത്തു എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ പറയല്, പൂച്ച ചത്തുന്നല്ല പറയല്. മാത്ത ഹിറത്തു എന്ന് പറഞ്ഞാൽ എന്താ? മാത്ത എന്ന് പറഞ്ഞാൽ അറബി വാചകമാണ്. മാത്തേൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണ്. അത് തന്നെ മാത്ത നബി എന്ന് പറഞ്ഞാലോ, നല്ല അദബും ഗുരുത്തമുള്ളൊരു മുഅ്മിനാണെങ്കിൽ ഒരു നബി വഫാത്തായി, നബി മരിച്ചു എന്നൊന്നും പറയാൻ പാടില്ല. അന്നൊരു യഥാർത്ഥ ഒരു മുഅ്മിനെ ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, നബിമാർ വഫാത്തായി എന്നാണ് പറയാ. ഓരോന്നിനും ഓരോ കാറ്റഗറി അനുസരിച്ചു കൊണ്ട് പറയണം. അത് ഭൗതികമായി തന്നെ എന്തിച്ചങ്ങ് കാണാം അല്ലേ. ചെറിയ കുഞ്ഞുങ്ങൾ പെറ്റുകിടക്കുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, പൈതം മക്കൾ മരിച്ചാൽ എന്താ പറയാ, പണ്ടല്ല ഇപ്പൊ അങ്ങനെ തന്നെ, ഓളെ കുഞ്ഞൻ പോയിക്കുന്ന അങ്ങനെ പറയാ. നമ്മുടെ ഈ വാച്ചെല്ലാം പോയവനാ, എൻ്റെ വാച്ച് പോയടോ. അതുപോലെ ഓളെ കുഞ്ഞൻ പോയി എന്ന് പച്ച മലയാളം നാടൻ ഭാഷ പറഞ്ഞാലേ ആളുകൾക്ക് തിരിയോ. കൊണ്ടാണ് പറയുന്നത് ഓളെ കുഞ്ഞൻ പോയി. ഞാനിങ്ങനെ വിചാരിക്കണം, ആ നടി കുറച്ചെന്നാ പറയുന്നത് പോയിക്കുന്ന എന്നാ സംഗതി എന്ന് വിചാരിക്കണ്ട ആദ്യമൊക്കെ. എന്ന് പറഞ്ഞാൽ കുഞ്ഞൻ മരിച്ചുപോയി എന്നാണ്. ആ ചെറിയ കുഞ്ഞനാകുമ്പോൾ അങ്ങനെയാ പ്രയോഗം. അങ്ങനെ വലുതായി ആന, നിങ്ങൾ പാത്രത്തിൽ അങ്ങനെ ആനയാ തോന്നേണ്ടിയോ? ആന മൃതിയടഞ്ഞു, അങ്ങനെ ആന ചരിഞ്ഞു എന്നാണ് സംഗതി. എന്താണ്? റൂഹ് പോയ തന്നെയാണ്. പക്ഷെ എല്ലാം ഒന്നിനാണ് അല്ലേ. അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. ആന പിണ്ടി അല്ലേ, ആട്ടും പിട്ട, കോഴിക്കാട്ടം, സംഗതിയെല്ലാം ഒന്നാണ്. പ്രയോഗ വ്യത്യാസമുണ്ട്. ഇത് നാടൻ വിഷയമാണെന്ന് എല്ലാം പറയുന്നതാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറയുമ്പോൾ
മരിച്ചു എന്ന് പറയുന്നത് അദബുകേടാണ്. ഒരിക്കലും ആ വാചകം ഉപയോഗിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ഇന്ദഖല ഇലല്ലാഹി റഫീഖുൽ അലയിലേക്ക് നീ, അങ്ങനെയൊക്കെ പറയാന്നല്ലാതെ സാധാരണ ഓർഡിനറി മനുഷ്യന്മാരെ കൊണ്ട് പറയാൻ പോലെ മരിച്ചു എന്ന് പറയാൻ പാടില്ല. അത് അദബുള്ള ഒരു മനുഷ്യനും പറയൂല. ഞാൻ പറഞ്ഞത് അള്ളാഹുവിലേക്ക് ഒരു പദം ചേർത്ത് പറഞ്ഞാൽ കൊടുക്കും, അവിടെ അതിന് അനുയോജ്യമായ, അള്ളാഹുവിന് അനുയോജ്യമായ അർത്ഥമേ വെക്കാൻ പാടുള്ളൂ. ഇവിടെ അതിന എന്ന് പറഞ്ഞാൽ ഇസ്തമ എന്നാണ്. അതിൻ്റെ നേരെ അർത്ഥം ശ്രദ്ധിച്ച് കേൾക്കുക എന്ന്. ശ്രദ്ധിച്ച് കേട്ടാൽ എന്താ ഉണ്ടാകുക? മൂപ്പർ അതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് എന്നെ കൈ പിടിച്ച് എന്നോട് സന്തോഷം പറഞ്ഞ് അൽഹംദുലില്ലാ നല്ല ഓത്ത് അല്ലേ, അതിൻ്റെ പേരിൽ ഒരു അനുമോദനം. മൂപ്പർ നല്ലോണം ശ്രദ്ധിച്ച് കേട്ടുകയാണ്. ശ്രദ്ധിച്ച് കേട്ടിട്ട് പോകുമ്പോൾ എന്ത് ചെയ്ത് എന്നെ എന്തായി ഒന്ന് അനുമോദിച്ചു, ഉദാഹരണത്തിന് പറയാം. അപ്പൊ അതിനെ തുടർന്നുണ്ടാകുന്ന അതിന്റെ പ്രതിഫലനമാണ്, അതിന്റെ വായത്ത് എന്നാണ് കിതാബുകളിൽ പറയുക. അപ്പോൾ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, വൽ മുറാദു ബിഹി ഫി ഹഖില്ലാഹി സുബ്ഹാനഹു വ തആല ഇക്റാമുൽ ഖാരിഇ വ ഇജ്സാലു സവാബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതുന്നത് ഇസ്തിമാ ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓതുന്ന ആളെ അവൻ ആദരിക്കും, ഓതുന്ന ആൾക്ക് വലിയ പ്രതിഫലം അല്ലാഹു നൽകും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു. ലിഅന്ന ദാലിക സമറത്തുൽ ഇസ്ഗാ, ഫത്ഹുൽ ബാരിന്റെ ഇബാറത്താണത്. അതാണ് ആ ഇസ്ഗാഇന്റെ ഫലം. والنبي صلى الله عليه وسلم الذي أنزل عليه القرآن ووكل بتفسيره وبيانه. ഖുർആൻ ഇറക്കി കൊടുക്കപ്പെടുകയും അതിൻ്റെ തഫ്സീർ പറയാൻ അധികാരം കൊടുക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ ഓതാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇബ്നു മസ്ഊദിൽ നിന്ന് ഖിറാഅത്ത് ഓത്ത് കേൾക്കാൻ ആഗ്രഹിച്ചു. ഫഅതദറ അവലൻ, ആദ്യം ഇബ്നു മസ്ഊദ് തങ്ങൾ ചില ഒഴിവുകൾ പറഞ്ഞു ഒഴിവാകാൻ നോക്കി. പക്ഷേ നബി തങ്ങളുടെ നിർബന്ധമനുസരിച്ച് ഓതി, സൂറത്തുൻ നിസാ ഓതി. ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ പരലോകത്തെ ഒരു വലിയ രംഗത്തെ ഓർമ്മിപ്പിക്കുന്ന സൂറത്തുൻ നിസായിലെ ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയി. അവിടുന്ന് പറഞ്ഞു, ഇബ്നു മസ്ഊദേ ഇപ്പൊ തൽക്കാലം നിർത്തുക. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, ഞാൻ നബി തങ്ങളിലേക്ക് നോക്കുമ്പോൾ ഫൈദാ ഐനാഹു തദ്രിഫാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സറഫാക്കപ്പെട്ട രണ്ട് കണ്ണുകൾ കണ്ണുനീരൊഴുക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ സ്വന്തം പാരായണം ചെയ്യുക, അതുപോലെ മറ്റുള്ളവർ ഓതുന്നത് കേൾക്കുക. ഇതെല്ലാം ഈ റമദാനിൽ മുറ പോലെ നടക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ റമദാനിൻ്റെ അലങ്കാരം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഞാൻ ഇന്നലെ അതേ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെ സംബന്ധിച്ച് അല്പം തുടങ്ങി വെച്ചിരുന്നു. അതല്പം ബാക്കി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. അച്ചടക്കത്തോടെ ഇത്രയും സമയമായി ഇരിക്കുന്ന മോമിനീങ്ങൾ, അല്ലാഹുവേ അവർക്കെല്ലാം ഞങ്ങൾക്കെല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിഞ്ഞു തരണേ അല്ലാ. ഒരുപാട് കാലം ഇങ്ങനെ വന്ന് ഇരിക്കാനും കേൾക്കാനുമൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ചെയ്തത് എത്ര വലിയ അനുഗ്രഹമാണ്. എന്തെങ്കിലും അനാരോഗ്യമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുമോ? അൽഹംദുലില്ലാ, നമുക്കൊക്കെ വീട്ടിൽ നിന്ന് വന്ന് പള്ളിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ, ഇങ്ങനെ സദസ്സിലിരിക്കാൻ കഴിഞ്ഞല്ലോ. അതെത്രമാത്രം വലിയ അനുഗ്രഹമാണ്. നന്ദി കുറഞ്ഞുപോയി റബ്ബേ. ഞങ്ങൾക്ക് നീ തന്ന ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാ. നന്ദി കേടുകൊണ്ട് ഞങ്ങളിൽ നിന്ന് തെറ്റ് വന്നു പോയെങ്കിൽ പുറത്ത് മാപ്പാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അഅല, നമ്മുടെ സാധാരണ ജുമുഅ ദിവസത്തിൽ വെള്ളിയാഴ്ച ഓതാറുള്ള സൂറത്തുൽ അഅലയും സൂറത്തുൽ ഗാശിയയും അതും ഇതിൻ്റെ ശേഷം പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ തങ്ങൾ പറയുക, ആരാണ് അല്ലാഹു തആല? അല്ലാഹു അഹദ്, അവൻ ഏകനാണ്. അവൻ ഏകനാണ്, എല്ലാ നിലക്കും അവൻ ഏകനാണ്. നമ്മളെ ഖാദിറില്ല ഇവിടെ. അല്ലാഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അല്ലാഹു അഹദ്, എന്താണ് ആ അഹദിന്റെ അർത്ഥം? ഞാനിപ്പോ ഒന്നാണ്, നിങ്ങൾ ഓരോരുത്തർ ഓരോന്നോരോന്നോരോന്നല്ലേ, ആ അർത്ഥത്തിലാണോ? അല്ല, അതിൻ്റെ ഒരു വിശദീകരണം പോലെയാണ് തൊട്ടടുത്ത് പറയുന്നത്. അല്ലാഹു സ്വമദ്, അല്ലാഹു തആല സ്വമദാണ്. നമ്മൾ ഓരോരുത്തരും ഒരുത്തനാണ് എന്ന് പറയും പോലെയല്ല, അല്ലാഹു തആല സ്വമദാണ്. സ്വമദ് എന്ന് പറഞ്ഞാലോ എല്ലാ ഹാജത്തുകൾക്കും അവനിലേക്ക് അവലംബിക്കപ്പെടും, എല്ലാവരും അവനെ ആശ്രയിക്കും. അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ വേറെ ആരെയും പിന്നെ പറയേണ്ടിയില്ലല്ലോ. അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ സർവ സൃഷ്ടികളും എല്ലാ മനുഷ്യന്മാരും ഒരു ചെറുവിരൽ അനക്കാൻ വരെ അള്ളാഹുവിലേക്ക് ആശ്രയിച്ചിരിക്കുകയാണ്. അതേ സമയത്ത് അല്ലാഹു തആല ഒന്നിലേക്കും ആരിലേക്കും ആശ്രയിക്കുന്നില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നസഫി, അല്ലാമ നസഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉമ്മുൽ ബറാഹിൽ വിശദമായി ആ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അതാണ് അല്ലാഹ് എന്ന് പറയുന്നത്. അവന് വേറെ ഒന്നിലേക്കും ഒരാവശ്യവുമില്ല, മറ്റുള്ളതെല്ലാം അവനിലേക്ക് ആശ്രയിക്കുന്നു. അവനാണ് സമദ്, അല്ലാഹു സമദ്. ലം യലിദ്, ലം യലിദ്, അവൻ ഒരിക്കലും ഒന്നിനെയും ആരെയും ജനിപ്പിച്ചിട്ടില്ല, ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അവൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു എന്നല്ലാതെ അവൻ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഈസാ നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ടതാണ്. മറിയം ബീബി റളിയല്ലാഹു അൻഹാ ജനനം കൊടുത്തതാണ്. അതേ കാനായ യഅകുലാനി ത്വആം ഉമ്മുഹു സിദ്ദീഖത്തുൻ കാനായ യഅകുലാനി ത്വആം. ഖുർആൻ പറഞ്ഞു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് മുഅ്ജിസത്തുകളൊക്കെ ലോകത്ത് കാണിച്ചിട്ടുണ്ടൊക്കെ ശരിയാണ്. തടവിയിട്ട് ഒരുപാട് രോഗം സുഖപ്പെടുത്തിയിട്ടുണ്ട്. ജന്മനാ കുരുടന്മാർ, തീരെ കണ്ണ് കാണാത്ത മനുഷ്യന്മാർ എങ്ങനെ തടവിയാൽ ഒരു കണ്ണ് കാണും. ശരീരം നിറയെ വെള്ളപ്പാണ്ടി രോഗമുള്ളവർ തടവിയാൽ എന്ത് ചെയ്യും? രോഗം മാറും. കളിമണ്ണിൽ അതേ പക്ഷിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിൽ ഊതുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പക്ഷിയാക്കി പറപ്പിച്ചിട്ടുണ്ട്. ഇത് തഖ്ലുഖു മിനത്ത്-തീനി കഹൈഅത്തി ത്വീരി ഫതൻഫുഖു ഫീഹി ഫതകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. ഇതെല്ലാം ഈസാ നബി അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കലും ഇലാഹല്ല. കാരണം ഈസാ നബി അലൈഹിസ്സലാമിന് ഇതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ഈസാ നബിക്ക് ആവശ്യമുണ്ട്, അള്ളാഹുവിലേക്ക് ആവശ്യമുണ്ട്. അള്ളാഹുവിന് ഒന്നിലേക്കും ആവശ്യമില്ല. അങ്ങനെ കുറെ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടും ചിലതിനെയൊക്കെ ഇങ്ങനെ പക്ഷിയെ പിന്നെ രൂപമുണ്ടാക്കിയിട്ട് പറപ്പിച്ചത് കൊണ്ടൊക്കെ ഇലാഹ എന്ന് തോന്നിപ്പോണ്ട. അതുകൊണ്ടാണ് അവിടെയൊക്കെ ബിഇദ്നില്ല ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അങ്ങനെ അബദ്ധ വിശ്വാസമുള്ളത് കൊണ്ട് ബിഇദ്നില്ല എന്ന് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇത്തരം അത്ഭുതങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നല്ലാതെ ഇപ്പം നമ്മൾ ഓരോ സംഗതിയും ചെയ്യുമ്പോൾ എല്ലാം ബിഇദ്നില്ല പറഞ്ഞോളന്നില്ല. ബിഇദ്നില്ല എന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം എപ്പോഴും നിലനിന്നാൽ മതി. അതെപ്പോഴും ഏത് കാലത്തും നിലനിൽക്കണം. എല്ലാം അള്ളാഹുവിൻ്റെ ഇതിനു കൊണ്ടും അവൻ്റെ ഇറാദത്ത് കൊണ്ടും അവൻ്റെ ഉത്തരവനുസരിച്ച് കൊണ്ടും അവൻ്റെ ഇറാദത്തനുസരിച്ച് കൊണ്ടുമാണ്. അപ്പോൾ അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിക്കപ്പെട്ടിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ടവരാണ്. ലേ കാനായ യഅകുലാനി ത്വആം, ഈസാ നബിയെയോ ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവിയെയോ
അവരെയൊന്നും ദൈവമായി അവരോധിക്കാൻ പാടില്ല. കാനായ കുലാനിത്താം. മറിയം ബീബി റളിയല്ലാഹു അൻഹാ മഹദിയാണ്, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വനിതയാണ്, അതിൽ തർക്കമൊന്നുമില്ല. മറിയം ബീബി റളിയല്ലാഹു അൻഹാ വലിയ മഹദിയാണ് മറിയം ബീബി. പക്ഷേ ഇലാഹല്ല, ഈസാ നബി അലൈഹിസ്സലാം വലിയ മഹത്വമുള്ള ആളാണ്, ഒരുപാട് അത്ഭുതങ്ങളും മുഅ്ജിസത്തുകളും കണ്ട ആളാണ്. പക്ഷേ ഇലാഹല്ല. കാനാ യഅ്കുലാനി ത്വആം, ഖുർആൻ പറയുന്നു അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. കാനാ യഅ്കുലാനി ത്വആം. ഇന്നി അബ്ദുല്ലാഹ്, ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ, അപ്പം തന്നെ തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞില്ലേ, ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. അപ്പോൾ തന്നെ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച് വീണ് തൊട്ടിലുള്ള സമയത്ത് തന്നെ സംസാരപ്രായം എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ആരോപണം പറഞ്ഞ് എന്നെ വെറുതെ കുറ്റം പറയണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. കുട്ടിയെ ചൂണ്ടിക്കൊണ്ട് മറിയം ബീബി റളിയല്ലാഹു അൻഹാ പറഞ്ഞല്ലോ, ഖാല ഇന്നി അബ്ദുല്ലാഹ്. അപ്പോൾ എന്ത് ചെയ്തു? നീ നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. ഞാൻ ഇന്ന് ആരോടും ഒന്നും സംസാരിക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഞാനൊന്നും സംസാരിക്കില്ല. അത് സംസാരമാണ്. അത് ഇന്ന് ഞാൻ ആരോടും സംസാരിക്കൂല. ഞാൻ അള്ളാഹുവിന് സംസാരത്തെ തൊട്ട് ഇംസാക്ക് ചെയ്ത് നോമ്പെടുക്കാൻ, അതൊരു നോമ്പാണ്. ഇംസാഖുൻ അനിൽ കലാം, അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്റ്റോപ്പ്, ഇനി ഞാനൊന്നും പറയൂല. അത് പറയൂ, അതിൻ്റെ ശേഷം ഒന്നും പറയൂല അല്ലേ. فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا. ഈസാ അതേ മറിയം ബീബി റളിയല്ലാഹു അൻഹാ പിതാവില്ലല്ലോ, ഭർത്താവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി അതേ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഊത്തിലൂടെ നൽകിയതാണല്ലോ ഈസാ നബിയെ. ആ കുട്ടിയെയും കൊണ്ട് വരികയാണ്. വാതത് ബിഹി ഖൗമഹാ തഹ്മിലു, കുട്ടിയെയും ചുമന്നുകൊണ്ട് മറിയം ബീബി റളിയല്ലാഹു അൻഹാ വന്നു, അവരുടെ ജനതയുടെ അടുത്തേക്ക് വന്നു. ഖാലൂ ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ, വളരെ മോശമായ ഒരു പണിയാണ് മറിയമേ നീ എടുത്തത്. മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ, നിന്റെ അതേ കുടുംബ പരമ്പരകളിലൊന്നും ഇത്തരത്തിലുള്ള നീചകൃത്യങ്ങൾ ചെയ്തവരാരുമില്ലല്ലോ മറിയമേ, നീ എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? അതേ ഭർത്താവില്ലാത്ത ഒരു ഉമ്മ അതേ കുട്ടിയെ കൊണ്ടുവരികയാണല്ലോ, അതിനെ സംബന്ധിച്ച് ആരോപിച്ച് പറയാണ്. ഫഅശാറത് ഇലൈ, അപ്പം മറിയം ബീവി അള്ളാഹുവിൻ്റെ ഓർഡർ അനുസരിച്ച് കുട്ടിയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ചോദിച്ചോളി, കുട്ടീനോട് ചോദിച്ചോ പറഞ്ഞു. ഫഅശാറത് ഇലൈഹി ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യാ, ഞങ്ങളെങ്ങനെയാണ് ഈ തൊട്ടിൽ കിടക്കുന്ന പൈതലിനോട്, സംസാരപ്രായമെത്താത്ത പൈതലിനോട് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക, സംസാരിക്കുക? അപ്പോഴേക്ക് തുടങ്ങിയില്ലേ കുട്ടി, ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ, ഞാൻ അള്ളാഹുവിൻ്റെ അബ്ദാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഒരിക്കലും ഞാൻ ഇലാഹല്ല, ഞാൻ ദൈവപുത്രനല്ല, ഞാൻ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയാണ്. അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ്, അവൻ എനിക്ക് ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനി നബിയ്യൻ, അവൻ എന്നെ നബിയാക്കിയിട്ടുണ്ട്. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു, എന്നെ അല്ലാഹു തആല ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ഞാൻ അവൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവനാണ്. അവൻ എനിക്ക് നിശ്ചയിച്ചു തന്ന ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവനാണ്. ഞാൻ സക്കാത്ത് കൊടുക്കും, സമ്പത്തുണ്ടെങ്കിൽ നിസ്കരിക്കും, ഇതൊക്കെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. എന്നിട്ട് അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞ്, വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ,
എന്നാർക്കും കുരിശിൽ തറക്കാൻ കഴിയൂല കേട്ടോ. അങ്ങനെ ആരും വിചാരിച്ച് പ്രചരിപ്പിക്കണ്ട. വസ്സലാമു അലയ്യ യൗമ ഉലിത്തു വയൗമ അമൂത്തു വയൗമ ഉബഅസു ഹയ്യാ. ജനിച്ച സമയത്തും എനിക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണവും രക്ഷയുമുണ്ട്, അതുപോലെ ഞാൻ വഫാത്താകുന്ന ദിവസവും. വമാ സലബൂഹു വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ സുബ്ബിഹ ലഹും. അതിലൊക്കെ ഞാൻ സംസാരിക്കുന്നില്ല. വമാ ഖതലൂഹു, ഒരിക്കലും ഈസാ നബി അവർ കൊന്നിട്ടില്ല. വമാ സലബൂഹു, അവർ കുരിശിലേറ്റിയിട്ടില്ല. വലാകിൻ സുബ്ബിഹ ലഹും, ആളെ മാറിയതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ്. വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമാനമായി കുഫുആയി ആരും ഒന്നും തന്നെ ഇല്ല. ഇപ്പം നിർത്തുകയാണ്. എന്താണ് അള്ളാഹു അഹദാണ് എന്നതിൻ്റെ തെളിവുകൾ ധാരാളമുണ്ട്. ഇമാം നസഫി റഹിമഹുല്ലാ തഫ്സീറിൽ പറയുന്നു, ഈ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് വദ്ദലീലു അലാ അന്നഹു വാഹിദുൻ മിൻ ജിഹത്തിൽ അഖ്ലി, ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അള്ളാഹു ഏകനാണ് എന്നതിൻ്റെ തെളിവ് ഒന്നിതാണ്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നൽ വാഹിദ ഇമ്മാ അൻ യകൂന ഫീ തദ്ബീരിൽ ആലമി വതഖ്ലീഖിഹി കാഫിയൻ ഔല. ഈ ഒരു ഇലാഹ് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാനും സൃഷ്ടിക്കാനും സംവിധാനിക്കാനും നിലനിർത്താനും ഒന്നുകിൽ അവൻ മതിയാകണം, ഔല, അല്ലെങ്കിൽ മതിയാവൂല. ഫൈൻകാന കാഫിയൻ, ഒരുത്തൻ മതിയെങ്കിൽ കാനൽ ആഖറുമായ, മറ്റവൻ്റെ ആവശ്യം എന്താ? ഓരോഹിതാനിലെ ആവശ്യമില്ലാത്തതാണ്. അങ്ങനെ ആവശ്യമില്ലാത്തൊരു സാധനം ഉണ്ടാവുന്ന നഖ്സല്ലേ, ന്യൂനതയല്ലേ. വൻ നാഖിസു ലാ യകൂനു ഇലാഹൻ, നാഖിസ് ഇലാഹൗല വഇല്ലം യകുൻ കാഫിയൻ വഹുവ നാഖിസുൻ. ഇനി ഒരുത്തൻ ഓൻ മതിയാകുന്നില്ലേ, എന്നാ ഓൻ നാഖിസാണ്, ഓൻ ഇലാഹൗല. അപ്പോൾ ഇലാഹു ഒന്നേ ഉള്ളൂ. തന്നെയുമല്ല, വലി അന്നൽ അഖ്ല യഖ്തലി ഇഹ്തിയാജൽ മഫ്ഊലി ഇലാ ഫാഇലിൻ, ഏതൊരു കർമ്മവും അതൊരു കർത്താവിലേക്ക് ആവശ്യമാകുമെന്ന് ബുദ്ധി പറയുന്നു. വൽ ഫാഇലുൽ വാഹിദു കാഫിൻ, ചെയ്യാൻ ഒരു ഫാഇൽ മതി. വമാ വറാ അൽ വാഹിദി ഫലൈസ അദദുൻ ഔലാ മിൻ അദദിൻ, ഒന്ന് പോരെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറം പിന്നെ 10, 100, 1000, 10000 എത്രയായിക്കൂടെ, അതിനെന്താ കണക്ക്? അറ്റമില്ലാത്തടത്തോളം പോകൂലേ? അങ്ങനെ പോകുന്നത് അത് അസംഭവ്യമാണ്, മുഹാലാണ്. ഫൽ ഖൗലു ബി വജൂദി ഇലാഹൈനി മുഹാലുൻ, അതുകൊണ്ട് തന്നെ ഇലാഹ് രണ്ടുണ്ട്, ഒന്നിലധികമുണ്ട് എന്ന് പറയുന്നത് അസംഭവ്യമാണ്, മുഹാലാണ്. പിന്നെ വേറെയും പറയുന്ന തെളിവ്, വേറൊരു ബുദ്ധിപരമായ തെളിവ്, വലി അന്ന അഹദഹുമാ ഇമ്മാ അൻ യഖ്ദിറ അലാ അൻ യസ്തുറ ശൈഅൻ മിൻ അഫ്ആലിഹി അനിൽ ആഖർ. രണ്ടുണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഒരുത്തൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റവനെ തൊട്ട് മറച്ചു വെക്കാൻ ഒന്നുകിൽ കഴിയണം, അല്ലെങ്കിൽ കഴിയാതിരിക്കണം. ഫഇൻ ഖദറ, ഒരു ഇലാഹ് മറ്റേ ആള് ഈ ഇലാഹ് ചെയ്യുന്നതൊക്കെ മറ്റേ ഇലാഹിനെ തൊട്ട് മറച്ചു വെക്കാൻ കഴിയുമെങ്കിൽ മസ്തൂർ അൻഹു ജാഹിലായില്ലേ? ആരെ തൊട്ടാണോ മറച്ചു വെക്കപ്പെട്ടത് എനിക്കിതൊന്നും അറിയാൻ കഴിഞ്ഞില്ല, ജാഹിലായില്ലേ? ജാഹില് എന്താവൂല, ഇലാഹാവോ? ഇനി അതിനാവൂലെങ്കിലോ വൈലം യഖ്ദിർ, ഇയാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ ഇലാഹ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അതെല്ലാം ലീക്കായി പോവും, മറ്റേ ആളും അറിയൂ, എന്നാ പിന്നെ ഇവൻ ആജിതായില്ലേ? ഇത് മറച്ചു വെക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ നോക്കിയാൽ അതും അറിയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാഹ് ഒന്നേ ഉള്ളൂ, ഒന്നല്ലാതെ ഇല്ല. ലാ തഖൂലു ഇലാഹൈനി ലാ തത്തഖിദു ഇലാഹൈനി ഇസ്നൈനി ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്. പരിശുദ്ധ ഖുർആൻ ഉടനീളം തൗഹീദാണ്, ഏക ഇലാഹി വിശ്വാസമാണ്. അങ്ങനെ കുറേ തെളിവുകളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ആവശ്യത്തിന് അത്ര മതിയല്ലോ എന്ന് നിർത്തുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹു തആല ഏകനാണ്, അവൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല. നമ്മളെ പോലെയല്ല അല്ലാഹു തആല. നമ്മൾ ചില വിഷയങ്ങളൊക്കെ വളരെ പരിമിതമായ ചില അറിവുകൾ ഉണ്ടാവും. അള്ളാഹുവിൻ്റെ അറിവ് എങ്ങനെയാ? അള്ളാഹുവിൻ്റെ അറിവ് അവൻ കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാൻ പോകുന്നതും എല്ലാം ഒരുപോലെ അറിയുകയാണ്, ഒരുപോലെ അറിയുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു സംഗതി നടക്കുന്നു, അപ്പുറത്ത് വലിയ ഒരു മതിലോ മറ്റോ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറെ വേറെ സംഗതി നടക്കുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ, ആ മതിലിൻ്റെ അപ്പുറത്തുള്ളത് അറിയാൻ കഴിയുന്നില്ല. സംഗതിയൊക്കെ നടക്കുന്നുണ്ട്, അറിയുന്നില്ല. എന്നാൽ
മേലെ നിന്നുകൊണ്ട്, ഉദാഹരണത്തിന് ഹെലികോപ്റ്ററിലൂടെ ഇങ്ങനെ പോകുന്നു, ഒരാളിങ്ങനെ പറന്നിങ്ങനെ പോവുകയാണ്, അവനിക്ക് എല്ലാം ഇതും അപ്പുറത്തുള്ളതും ഒരുപാട് മതിൽക്കെട്ടുകൾക്ക് ഉള്ളിലുള്ളതെല്ലാം ആ ഒരേ സമയത്ത് അറിയാൻ കഴിയുന്നു. മനുഷ്യന്മാർ തന്നെയാണ് ഈ പറഞ്ഞത് അല്ലേ? അതുപോലെ ഇൽമ് വിശാലമാകുമ്പോൾ, അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ, അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? സുബ്ഹാനല്ലാഹ് വ ഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു വ യഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. സുബ്ഹാനല്ലാഹ് വ ഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു വ യഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലുമുള്ളതെല്ലാം അവനറിയും, എല്ലാം അവനറിയും. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ലോകാടിസ്ഥാനത്തിലുള്ള വൃക്ഷങ്ങളെ മുഴുവനും എടുത്തു നോക്കിയാൽ അതിലുള്ള ഓരോ ഇലകളും, ഒരു ഇല താഴത്തേക്ക് വീഴുന്നുണ്ടെങ്കിൽ അവൻ അറിയാതെ വീഴുന്നില്ല. സുബ്ഹാനല്ലാഹ് യഅലമു ദബീബൻ അംലത്തിസ് സൗദാഇ ഫിൽ ലൈലത്തിൽ ളൽമാഇ അലസ്സഖറത്തിസ് സമാഇ. കറുത്ത ഒരു വലിയ പാറക്കല്ലിൽ ഇരുളടഞ്ഞ രാത്രിയിൽ കറുത്തൊരു ഇറുമ്പ് ഇരിയുന്നത് അവൻ അറിയുന്നുണ്ട്. അവൻ അറിയാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഒരു പച്ചയുമില്ല, ഒരുണങ്ങിയതുമില്ല, രാവിലുമില്ല, പകലിലുമില്ല, ആകാശത്തിലുമില്ല, ഭൂമിയിലുമില്ല, എവിടെയുമില്ല. അവലൈസല്ലാഹു ബിഅഅലമ ബിമാ ഫീ സുദൂരിൽ ആലമീൻ. സർവ്വലോകത്തുള്ള സർവ്വജനങ്ങളുടെയും മനസ്സിലുള്ളത് അള്ളാഹു അറിയുന്നില്ലയോ? അള്ളാഹു അറിയുന്നുണ്ട്. ആ അള്ളാഹു ജല്ല ജലാലുഹു അവൻ്റെ അറിവനുസരിച്ച് കൊണ്ട് എല്ലാ സംഗതികളും, വരാൻ പോകുന്ന മുഴുവൻ സംഗതികളും അവനെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം ഒരുപോലെയാണ്. അവന് ഭൂതമില്ല, അവന് പ്രസൻറ്റില്ല, വർത്തമാനമില്ല, അവന് ഭാവിയില്ല, അങ്ങനെ വേർതിരിവില്ല. എല്ലാം ഒരുപോലെയാണ്. എല്ലാം ഒരുപോലെ അറിയുകയാണ് അല്ലാഹു ജല്ല ജലാലുഹു. അതുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ടാകുമെന്ന് അറിയുന്ന റബ്ബ് അതെല്ലാം അങ്ങനെ തന്നെ അറിഞ്ഞ് നിശ്ചയിച്ചിരിക്കുകയാണ്. അതാണ് വൽ ഖദരി ഖൈരിഹി വശർരിഹി എന്ന് നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളമത്തും അവൻ്റെ ആ മഹത്വങ്ങളും അവൻ്റെ ശരിയായ സിഫാത്തുകളും, 20 പ്രധാനപ്പെട്ട സിഫാത്തുകൾ, നിർബന്ധമായ സിഫത്തുകൾ, അതിൻ്റെ വിപരീതങ്ങളായ ലിദ്ദായ മുഖാലിഫായ സിഫത്തുകൾ, മുസ്തഹീലായ സിഫത്തുകൾ, ഒരു ജായിസായ സിഫത്ത്, അത് നമ്മൾ എന്തായിരുന്നാലും പഠിച്ചിരിക്കണമല്ലോ. നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. മുംകിനായ ഏത് വസ്തുവും, ഉണ്ടാകാൻ നിർബന്ധമായത് അല്ലാഹുവേ ഉള്ളൂ, അല്ലാത്തൊക്കെ മുംകിൻ എന്നാണ് പറയാ. മുംകിനായ ഏത് സംഗതിയും അത് ഉണ്ടാക്കലും ഇല്ലാതിരിക്കലും അവനിഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഉണ്ടാക്കുകയും ചെയ്യാം, ഇല്ലാതിരിക്കുകയും ചെയ്യാം. ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, അത് ജായിസായ സിഫത്താണ്. നിർബന്ധമായ 20 സിഫത്തുകളും മുസ്തഹീലായ സംഭവിക്കാൻ പാടില്ലാത്ത 20 സിഫത്തുകളും, ഈ ഒരു സിഫത്ത് ജായിസായ സിഫത്തും അത് നമ്മൾ അറിയണം. അമ്പിയാക്കൾക്കുള്ള സിഫത്തുകൾ അറിയണം, മലക്കുകളുടെ സിഫത്തുകൾ അറിയണം. ഇരിക്കട്ടെ, ഞാൻ നീട്ടുന്നില്ല. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ തൗഹീദും അസ്തിത്വവും അവൻ്റെ ശരിയായ അളമത്തും അറിയിക്കുന്ന സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്ത് ധാരാളമായി പാരായണം ചെയ്യുക. ഇന്നലെ അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. ആ സൂറത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അള്ളാഹു ജല്ല ജലാലുഹു ഇങ്ങോട്ട് നമ്മളെ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടിയപ്പോൾ അതിനപ്പുറം വേറെന്താ വേണ്ടത്? അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ ധാരാളമായി നമുക്ക് ഓതാനും അതിനെ സംബന്ധിച്ച് പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. അത് വല്ലാത്ത ഒരു ഖിറാഅത്താണ്.
അത് കേൾക്കാൻ വല്ലാത്ത ആനന്ദമാണ്. എത്രയോ ദീർഘമായി നബിതങ്ങൾ ഓതിയിട്ടുണ്ട്. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫും മിനൽ ഫജ്രി സാത്തിഉ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. നബിതങ്ങളെ പലപ്പോഴും മദ്ഹ് ചെയ്ത് പാടിയിട്ടുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ധാരാളം നബിതങ്ങളെ പുകഴ്ത്തി പാടിയിട്ടുണ്ട്. സ്വഹാബികൾ പലരും പാടിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പദ്യമാണ് സ്വഹീഹുൽ ബുഖാരിയിൽ തന്നുള്ള പദ്യമാണ്. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു. സന്തോഷം പറയുകയാണ്, നമ്മളിൽ അല്ലാഹുവിൻ്റെ റസൂലുണ്ട്. അതിനേക്കാൾ വലിയത് വേറെന്താണുള്ളത്? അള്ളാഹുവിൻ്റെ റസൂല്. ആ റസൂലിനെ കൊണ്ടല്ലേ നമുക്ക് ഖുർആൻ കിട്ടിയത്. ആ റസൂലിനെ കൊണ്ടല്ലേ നമ്മുടെ അവിടുത്തെ ഉമ്മത്തായത്. അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലിഖൗമിൻ യുഅ്മിനൂൻ. സൂറത്ത് അൻകബൂത്തിലാണ് എൻ്റെ ഓർമ്മ. സഹോദരങ്ങളെ, ആ ഖുർആൻ ആയത്ത് എന്താണ്? അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ്. അവർക്ക് പോരെയോ നബിയെ? അവർക്ക് പോരെയോ? അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ്, അങ്ങയുടെ മേൽ നമ്മൾ പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കി തന്നത്. ആ ഖുർആൻ കിട്ടിയത് തന്നെ പോരെ? മതി 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 എന്നെല്ലാവരും പറയണം. അഫലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം. അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ എന്താണ്? അല്ലാഹു തആല ഇറക്കിയ കിതാബുകളിൽ വെച്ച് ഏറ്റവും പവിത്രമായ കിതാബ്, അതേ ലോകത്ത് ഒരാൾക്കും വെല്ലുവിളി സ്വീകരിക്കാൻ സാധിക്കാത്ത കിതാബ്, ഖിയാമത്ത് വരെ നിലനിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഗ്രന്ഥം, ആ പരിശുദ്ധ ഖുർആൻ. അതിനെക്കുറിച്ച് അള്ളാഹ് ചോദിക്കുകയാണ്, അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ, അങ്ങയുടെ മേൽ ഖുർആൻ ഇറക്കിയത് തന്നെ അവർക്ക് പോരെയോ? യുത്ലാ അലൈഹിം, ആ ഖുർആൻ അവരുടെ മേൽ ഓതിക്കൊടുക്കപ്പെടുന്നില്ലയോ? അത് പോരെ? ഇന്ന ഫീ ദാലിക ലറഹ്മതൻ, നിശ്ചയം അതിൽ റഹ്മത്തുണ്ട്, അതിൽ റഹ്മത്തുണ്ട്. വദിക്റാ, അതിൽ വലിയ ഉത്ബോധനവുമുണ്ട്. ലിഖൗമിൻ യുഅ്മിനൂൻ, പക്ഷേ വിശ്വാസികൾക്കാണേ ഇത്, വിശ്വസിക്കുന്ന ജനതക്കാണേ. അപ്പം നമ്മളതിൽപ്പെട്ടതാണല്ലോ. കഫൈന കഥേ യക്ഫീന യക്ഫീന, ഞങ്ങൾക്ക് മതി ഞങ്ങൾക്ക് മതി, വേറൊന്നുമില്ലെങ്കിലും പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, ആ ഖുർആനിൻ്റെ അഹ്ലുകാരായല്ലോ എന്നത് തന്നെ ധാരാളം മതി. അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലിഖൗമിൻ യുഅ്മിനൂൻ. ആ നബിതങ്ങൾ തങ്ങൾക്കല്ലേ പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. ഖുർആൻ കൂടുതൽ അറിയുമ്പോൾ, അതിൻ്റെ ആശയങ്ങൾ അറിയുമ്പോഴല്ലേ അത് ഓതുമ്പോൾ കൂടുതൽ മനസ്സിൽ തറക്കുന്നത്, അപ്പോഴല്ലേ അതിൻ്റെ ഗാംഭീര്യം ഉൾക്കൊള്ളുന്നത്, അപ്പോഴല്ലേ കണ്ണ് നനയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഖുർആൻ തിരിഞ്ഞവരാരുമില്ലല്ലോ. ആ നബിതങ്ങൾ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് ചെറിയ സംഗതിയാണോ? അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ പറയാണ്, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫും മിനൽ ഫജ്രി സാത്തിഉ. പ്രഭാതം പൊട്ടി വിടരുമ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് നമ്മളിലുണ്ട്. എന്തൊരഭിമാനമാണ്! അതിനേക്കാൾ വലിയ വേറെ എന്ത് അനുഗ്രഹമാണ്? വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫും മിനൽ ഫജ്രി സാത്തിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മുഖിനാതുൻ അന്ന മഖാല വഖിഉ. നമുക്ക് സന്മാർഗം കാണിച്ചു വന്ന നേതാവ്. നമ്മൾ അന്ധതയിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു, ഇരുളിലായിരുന്നു. ആ ഇരുളിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന നേതാവ്. അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മുഖിനാതുൻ അന്ന വഖാല വഖിഉ. നമ്മൾ ഉറച്ച് വിശ്വസിച്ചു ആ നബിയെ കൊണ്ട്. ആ നബി എന്ത് പ്രവചിച്ചുവോ അത് സംഭവിക്കാൻ പോകുന്നതാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ആ തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആൻ, തങ്ങൾ പാരായണം ചെയ്ത ഖുർആൻ, ആ ഖുർആൻ തന്നെയാണ് നമ്മളും ഓതുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു ആ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇത് ജാ ഇലാ കുല്ലി സമാഇ തസഫഫ റസുലുൻ വ അംലാകുൻ വറാഅൽ മുസ്തഫ ഫീഹിം ഇമാമൻ قدموه مشرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما. ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലിയ സ്വല്ലൽ ഇലാഹുള്ളൊരു വരിയാണ്. അങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജിലേക്ക് കടന്നുകൊണ്ട് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂല് ഓരോ ആകാശത്തിലേക്കും ചെന്നപ്പോൾ തസഖഫ റസുലുൻ വ അംലാകുൻ വറാ അൽ മുസ്തഫ, മുർസലീങ്ങളായ നബിമാരും അതുപോലെ മലക്കുകളും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വിറകിൽ അതാ വന്ന് ചേർന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ ഉണ്ടായപ്പോൾ അവിടെ നബിമാരും മുർസലീങ്ങളും ഒരുമിച്ച് കൂടുകയും ഫീഹിം ഇമാമൻ ഖദ്ദമൂഹു മുശറഫ സ്വല്ലാ ബികുല്ലിൻ ഖൽഫഹു മഅ്മൂമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ ഇമാമായി, അവരെല്ലാം നബി തങ്ങളെ ഇമാമായി നിർത്തി. എല്ലാവരും പിറകിൽ നിന്ന് മഅ്മൂമായി നിസ്കരിച്ചു. എല്ലാ നബിമാരുടെയും ഇമാം ഇമാമുൽ അംബിയാ വൽ മുർസലീൻ സയ്യിദുഹും വഖായിദുഹും വഅഫ്ളലുഹും وخطيبهم إذا سكتوا وشفيعهم إذا اعتذروا سيدنا وحبيبنا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹീമീനായ റബ്ബേ, ആ ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ദുനിയാവിൽ വെച്ച് കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരലോകത്ത് ഞങ്ങൾക്ക് കാണാനും അവിടുത്തെ ഹൗദിൽ നിന്ന് കുടിക്കാനും തൗഫീഖ് തരണേ അല്ലാഹ്. അവിടുന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് അവർക്കെല്ലാം വേണ്ടി ഫാത്തിഹ ദുആ ചെയ്യാം.